ബിസ്മില്ലാഹിർ-റഹ്മാനിർ-റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വമൻ ഇത്തബഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ. അമ്മാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല വജ്ഹ് മാത്രം ഉദ്ദേശിച്ചുകൊണ്ട് സംസാരിക്കുവാനും കേൾക്കുവാനും റബ്ബ് സുബ്ഹാനഹു വ തആല നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. ഇവിടെ അള്ളാഹുവിൻ്റെ ഭവനങ്ങളിൽപ്പെട്ടൊരു ഭവനത്തിൽ നമ്മളിവിടെ കൂടിയിരിക്കുന്നത് നിങ്ങൾക്ക് അറിഞ്ഞിട്ടുള്ളതുപോലെ വഴിതെറ്റുന്ന യുവത്വം, അതിൻ്റെ കാരണങ്ങളും പരിഹാരങ്ങളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുവാൻ വേണ്ടിയിട്ടാണ്. ഈ ഒരു വിഷയത്തിൻ്റെ പ്രാധാന്യം ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. കാരണം ഒരു സമൂഹത്തിൽ ഏറ്റവും അധികം പ്രാധാന്യമുള്ള വിഭാഗമാണ് യുവാക്കൾ എന്നുള്ളത്. ആ യുവാക്കളുടെ നന്മയും തിന്മയ്ക്കും അനുസരിച്ചിരിക്കും ആ സമൂഹത്തിൻ്റെ മുന്നേറ്റവും പുറകോട്ട് പോക്കും. അത് ഏതൊരു സമൂഹത്തിലും എപ്പോഴും കാണാൻ സാധിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്, വസ്തുതയാണ്. അതുകൊണ്ട് തന്നെ ദീനുൽ ഇസ്ലാം ഈ യുവത്വത്തിനെ സംബന്ധിച്ച് അങ്ങേയറ്റം പ്രാധാന്യം കൊടുത്തതായി നമുക്ക് കാണാൻ സാധിക്കും. എത്രയോ ഹദീസുകളിൽ, ആയത്തുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും യുവാക്കളെ പ്രത്യേകം ഉണർത്തുന്ന ധാരാളം നസീഹത്തുകൾ, ഉപദേശങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. അതിൽ നിന്നെല്ലാം കിട്ടുന്ന വളരെ പ്രധാനപ്പെട്ട ചില പോയിന്റുകൾ മാത്രം, നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില അടിസ്ഥാനങ്ങൾ മാത്രം വളരെ വേഗത്തിൽ പറഞ്ഞു പോവുക മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. വളരെ ചുരുങ്ങിയ ഈ സമയത്തിനുള്ളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു സംസാരം നമ്മുടെ കൂട്ടത്തിലെ യുവാക്കൾക്ക് ഏറ്റവും നല്ല രൂപത്തിൽ ഹക്കിൽ ഉറച്ചു നിൽക്കാനും ഹക്കിൽ നിന്ന് തെറ്റിപ്പോയിട്ടുള്ള, വ്യതിചലിച്ചു പോയിട്ടുള്ള ആളുകൾക്ക് ഹക്കിലേക്ക് മടങ്ങി വരാനും ഒരു സബബാക്കി തീർക്കുമാറാവട്ടെ. ഒന്നാമത്തെ കാര്യം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, യുവാക്കൾ വഴിതെറ്റിപ്പോകുന്നതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത്, നമ്മൾ ഏറ്റവും ശരിക്കും മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് മാതാപിതാക്കൾ തന്നെയാണ്. യുവാക്കളുടെ വ്യതിചലനത്തിനും അവരുടെ വഴിപഴവിനും, അവർ ശരിയായ ദീനിലല്ലാതെ മാറിപ്പോകുന്ന, ഹറാമുകൾ വീണു പോകുന്നതിനും ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാതാപിതാക്കളാണ്. മാതാപിതാക്കളുടെ സ്വഭാവം, അവരുടെ ദീന്, ഇതിനേക്കാൾ ഒരു കുട്ടിയെ അല്ലെങ്കിൽ ഒരു യുവാവിനെ സ്വാധീനിക്കുന്ന മറ്റൊരു കാര്യമില്ല. നിങ്ങൾ പരിശോധിക്കാൻ, നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാകാൻ, ഈ ലഹരി പദാർത്ഥങ്ങൾക്കും മയക്കുമരുന്നുകൾക്കും അങ്ങനെ കുത്തഴിഞ്ഞൊരു ജീവിതത്തിന് അടിമപ്പെട്ടിട്ടുള്ള യുവാക്കളെ നിങ്ങൾ എടുത്ത് പരിശോധിച്ച് നോക്കുക. അവരുടെ ജീവിതം, അവരിൽ 90% ആളുകളുടെയും വീട് സമാധാനപരമായ അന്തരീക്ഷം ഇല്ലാത്ത വീടായിരിക്കും. സ്വസ്ഥതയുള്ളൊരു വീട് അല്ലാത്ത, അങ്ങനെയുള്ള വീടുകളിൽ നിന്ന് ഇത്തരം മോശപ്പെട്ട അവസ്ഥകളിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള യുവാക്കൾ വളരെ അപൂർവം ഉണ്ടാവും. ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നുള്ളത് വീട് ഇസ്ലാമികപരമല്ലാത്തത് കൊണ്ടായിരിക്കും. മാതാപിതാക്കൾക്കിടയിലുള്ള അവകാശങ്ങൾ, അത് ഭാര്യ ഭർത്താവിനും കൊടുക്കുന്നുണ്ടാവില്ല, ഭർത്താവ് ഭാര്യയ്ക്കും കൊടുക്കുന്നുണ്ടാവില്ല. അങ്ങനത്തെ ഒരു ചുറ്റുപാടിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ വഴിപഴച്ച യുവാക്കൾ ഉണ്ടാവുക. എന്ന് വെച്ചാൽ യുവാക്കൾ വഴിതെറ്റുന്നതിന് ഒന്നാമത്തെ കാരണം എന്നുള്ളത് മാതാപിതാക്കളാണ്, ഭാര്യ ഭർത്താക്കന്മാർ. ഇതിന് നമുക്ക് എന്താ ചെയ്യാൻ സാധിക്കുക? അതിനുള്ള പരിഹാരം എന്താ? പരിഹാരം എന്നുള്ളത് പലപ്പോഴും മാതാപിതാക്കളിൽ ഏതെങ്കിലും ഒരാൾക്ക് ദീനിനെ സംബന്ധിച്ച് അറിവുണ്ടാവും, മറ്റൊരാൾക്ക് അറിയുന്നുണ്ടാവില്ല. അവർക്ക് ദീനിനെ പറ്റിയൊന്നും പഠിച്ചിട്ടുണ്ടല്ലോ, പഠിക്കാനായിട്ട് പരിശ്രമിക്കുന്നുണ്ടാവില്ല. ഭർത്താവിന് കുറേ ദീനുണ്ടാവും, കുറേ കാര്യങ്ങൾ ഭർത്താവ് പഠിച്ചിട്ടുണ്ടാവും, ഒരുപാട് ഇബാദത്തുകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഭാര്യയ്ക്ക് ദീനിനെ പറ്റിയൊന്നും അറിയില്ല. ഭാര്യ വീട്ടിലെ കാര്യങ്ങൾ, കുടുംബത്തിലെ കാര്യങ്ങൾ, ഇങ്ങനെയുള്ള വിഷയങ്ങൾ മാത്രം, ഭാര്യയ്ക്ക് മറ്റൊരു കാര്യവും ദീനിനെ സംബന്ധിച്ച് അറിയാത്തൊരവസ്ഥ. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് വിവാഹം കഴിക്കുമ്പോൾ ഭർത്താവ് എന്ത് ചെയ്യണം? വീട്ടുകാരുടെ താല്പര്യം നോക്കി, കുടുംബക്കാരുടെ താല്പര്യം നോക്കി, നാട്ടിലെ സ്റ്റാറ്റസ് നോക്കി, അന്തസ്സും തറവാടും മഹിമയൊക്കെ നോക്കി അതിനെ യോജിക്കുന്ന രൂപത്തിലുള്ളൊരു സ്ത്രീയെ വിവാഹം കഴിക്കുക. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ, ആ വീട്ടിൽ വളർന്നു വരുന്ന കുട്ടിക്ക് ഒരു ദീനീപരമായിട്ടുള്ളൊരു ചുറ്റുപാട് കിട്ടൂല. കാരണം ഒരു ഉപ്പാക്ക് എപ്പോഴും വീട്ടിൽ മക്കളെ നോക്കിയിരിക്കാൻ കഴിയൂല. ഒരു കുട്ടിയുടെ ഒന്നാമത്തെ മദ്രസ എന്ന് പറയുന്നത്
ആ കുട്ടിയുടെ ഉമ്മ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്നെന്താ, നിങ്ങൾ ഒരു സ്ത്രീ എന്ത് ചെയ്യും, വിവാഹം ചെയ്യപ്പെടുന്ന 4 കാര്യങ്ങൾക്ക് വേണ്ടി. തുൻകഹുൽ മർഅതു ലി അർബഇൻ. അതിൽ 4 കാര്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എടുത്തു പറഞ്ഞിട്ട് അവസാനം പറയുന്നു ഫഗ്ഫർ ബിദാത്തിദ്ദീൻ, നിങ്ങൾ ദീനുള്ളവളെ തിരഞ്ഞെടുക്കണം. തരിബത്ത് യദാക്, നിങ്ങൾക്ക് വിജയിക്കാം. നിങ്ങൾ ദീനുള്ളവളെ വിജയിച്ചെടുക്കണം, ദീനുള്ളവളെ നിങ്ങൾ തിരഞ്ഞെടുക്കണം നിങ്ങളുടെ ഭാര്യയായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരാനുള്ള കാരണം അത് നമ്മുടെ മക്കളെ വളരെയധികം സ്വാധീനിക്കും, നമ്മുടെ വരുന്ന തലമുറകളെ വളരെയധികം സ്വാധീനിക്കും. വീട് ഇസ്ലാമികപരമായ അന്തരീക്ഷമായി നിലനിർത്താൻ അത് വളരെയധികം ഗുണകരമാവും, വളരെയധികം അത് ഫലം ചെയ്യും. അപ്പോൾ ഇതാണ് ഒന്നാമത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്നുള്ളതാണ്. രണ്ടാമത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മക്കൾക്ക് ദീനീപരമായ വിജ്ഞാനം നൽകുന്നതിൽ മാതാപിതാക്കൾ കാണിക്കുന്ന അലസത. മക്കൾ പഠിക്കുന്ന അവരുടെ ഭൗതികപരമായ വിദ്യാഭ്യാസം, SSLC എവിടെയാണ് പഠിക്കുന്നത്, എത്ര മാർക്കുണ്ട്, എത്ര A+ ഉണ്ട്, +2 ഏത് കോഴ്സാണ്, ഏത് വിഷയം എടുക്കുന്നത്, അവർ കോച്ചിങ്ങിന് പോകണം, എൻട്രൻസ് ഉണ്ട്, അതുണ്ട്, ഇങ്ങനെ ദുനിയാവിൻ്റെ വിഷയങ്ങളിൽ വളരെയധികം ശ്രദ്ധ കൊടുക്കുന്ന, ആ ഒരു കാര്യത്തിന് വേണ്ടി എത്ര പരിശ്രമിക്കാനും എത്ര സമ്പത്ത് ചെലവഴിക്കാനും എത്രയൊക്കെ പണിപ്പെടാനും ഒരു മടിയുമില്ലാത്ത രക്ഷിതാക്കൾ അത് തെറ്റാണെന്നല്ല പറയുന്നത്. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അതിനെ അത്രത്തോളം, അതിൻ്റെ അത്ര പോലും ചെറിയൊരു പ്രാധാന്യം ദീൻ പഠിക്കുന്ന വിഷയങ്ങളിൽ മാതാപിതാക്കൾ കാണിക്കാതിരിക്കുക എന്നുള്ളത് വലിയ പ്രശ്നം തന്നെ. നമുക്ക് നമ്മുടെ മക്കൾ അവർ മരണപ്പെട്ട് കഴിഞ്ഞ് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരോടൊരിക്കലും ഫിസിക്സിനെ പറ്റിയോ മാത്സിനെ പറ്റിയോ കെമിസ്ട്രിയെ പറ്റിയോ ചോദിക്കൂല. ഖബറിൽ വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരോട് ചോദിക്കപ്പെടുന്ന ചോദ്യങ്ങൾ അത് ദീനിനെ സംബന്ധിച്ചായിരിക്കും. മൻ റബ്ബുക, മാ ദീനുക, മൻ നബിയുക. ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ അത് മദ്രസയിൽ കാണാതെ പഠിച്ചതുകൊണ്ട് മാത്രമായില്ല, അത് ജീവിതത്തിൽ കൃത്യമായി പ്രാക്ടിക്കലാക്കുക കൂടി വേണം. അങ്ങനെ പ്രാക്ടിക്കലാക്കാത്ത ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ കഴിയില്ല, ഈ ചോദ്യങ്ങൾക്ക് ഖബറിൽ ഉത്തരം പറയാൻ സാധിക്കില്ല, പരലോകത്ത് രക്ഷപ്പെടാൻ സാധിക്കില്ല. നമ്മുടെ മക്കളെ ആ രൂപത്തിലായി വളർത്തിയെടുക്കാൻ നമുക്ക് അതിന് വേണ്ട അറിവുകൾ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കണം, കൊടുക്കാൻ സാധിക്കണം. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. എൻ്റെ മകൻ അവന് ദുനിയാവിയായ വിഷയങ്ങളിൽ കുറച്ച് ഡിഗ്രികൾ കുറഞ്ഞാലും അതിൻ്റെ സ്റ്റാൻഡേർഡ് കുറച്ച് കുറഞ്ഞു പോയാലും അവൻ തിരഞ്ഞെടുക്കുന്ന പ്രൊഫഷൻ്റെ എൻ്റെ ഫ്യൂച്ചറും കരിയറൊക്കെ കുറച്ച് കുറവാണെങ്കിൽ, അതിൻ്റെ ഭാവിയൊക്കെ കുറച്ച് കുറവാണെങ്കിൽ, അതിൻ്റെ സ്കോപ്പ് കുറച്ച് കുറവാണെങ്കിലും എൻ്റെ മകൻ പഠിക്കുന്ന ദീനീ വിദ്യാഭ്യാസം അത് ഏറ്റവും ശരിയായ രൂപത്തിലായിരിക്കും. എൻ്റെ മകന് നാളെ പരലോകത്തിൽ റബ്ബിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ അവൻ പ്രയാസപ്പെട്ടു പോകരുത്, ദീൻ അറിയാത്തത് കൊണ്ട് അവൻ കുടുങ്ങിപ്പോകരുത്. ഈ ഒരു വാശി മാതാപിതാക്കൾക്ക് വേണം. എൻ്റെ മകൻ കൃത്യമായി അവൻ റബ്ബിൻ്റെ അടുക്കൽ ചെന്ന് നിൽക്കുമ്പോൾ അവനൊരു പ്രയാസവും നേരിടാത്ത വണ്ണം കൃത്യമായി എല്ലാ കാര്യങ്ങളും പഠിച്ചു മനസ്സിലാക്കിയിട്ടായിരിക്കണം എൻ്റെ മകൻ വളർന്നു വലുതാകേണ്ടത് എന്ന വാശി മാതാപിതാക്കൾക്കാണ്. അതിൽ അലംഭാവം കാണിക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾക്കത് കാരണമായിട്ട്. രണ്ടാമത്തെ കാരണം അതാണ്. മൂന്നാമത്തെ വിഷയം എന്നുള്ളത് യുവാക്കളെ വഴിതെറ്റിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂട്ടുകെട്ടാണ്. യുവാക്കളെ വഴിതെറ്റിക്കാൻ കാരണമാകുന്ന മൂന്നാമത്തെ കാര്യം കൂട്ടുകെട്ടാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുകൊണ്ടാണ് പഠിപ്പിച്ചത് എന്താ, അൽ മർഉ അലാ ദീനി ഖലീലിഹി. ഓരോ മനുഷ്യനും അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ ദീനിലായിരിക്കും. എന്നുവെച്ചാൽ നമ്മുടെ ദീൻ രൂപപ്പെടുന്നതിൽ ഏറ്റവും വലിയ പങ്ക് വഹിക്കുന്ന മാതാപിതാക്കൾ കഴിഞ്ഞാൽ, കുടുംബക്കാർ കഴിഞ്ഞാൽ, നാട്ടുകാർ കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പങ്ക് വഹിക്കുന്നത് കൂട്ടുകാരാണ്. എത്രത്തോളം നിമിഷം പറയുന്ന വാക്ക് നിങ്ങൾ ശ്രദ്ധിക്കണം. ഓരോ മനുഷ്യനും അവൻ്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ്റെ ദീനിലാണെന്ന് പറയും. എന്നുവെച്ചാൽ അവൻ്റെ വിശ്വാസം എന്തായിരിക്കോ, അവൻ്റെ ഇബാദത്തുകൾ എന്തായിരിക്കോ അതേപോലെ തന്നെയായിരിക്കും നമ്മുടെ. ഒറ്റ കൂട്ടുകാരന് നമ്മളിൽ അത്രത്തോളം സ്വാധീനമുണ്ട്. അതുകൊണ്ട് നിവിശ്വാസം പഠിപ്പിച്ചിട്ടുണ്ട്, ഫല്യൻദുർ അഹദുക്കും മൻ യുഖാലിൽ. നിങ്ങൾ ആരെയാണ് കൂട്ടുകാരനായി തിരഞ്ഞെടുക്കുന്നത് എന്ന് വളരെയധികം ശ്രദ്ധിക്കണം, നോക്കണം. നമുക്ക് എല്ലാവരെയും കൂട്ടുകാരാക്കാൻ പാടില്ല. ഒരു മുസ്ലിമിന് എല്ലാവരെയും കൂട്ടുകാരാക്കാൻ പാടില്ല. അവനെ സംബന്ധിച്ചിടത്തോളം അവന് പരലോകത്ത്
മുന്നേറാൻ സാധിക്കുന്ന, അവനെ നരകശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാൻ സഹായിക്കുന്ന കൂട്ടുകാരെ തിരഞ്ഞെടുക്കാവും. ഏറ്റവും നല്ല ഉദാഹരണമാണ് ആര്? നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന് 8 വയസ്സായ സമയം മുതൽ പിന്നീട് അവിടെ നിന്ന് അങ്ങോട്ട് അദ്ദേഹത്തിൻ്റെ സ്വന്തം ഉപ്പയുടെ സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് എല്ലാ സഹായ സഹകരണങ്ങളും ശാരീരികമായിട്ടാണെങ്കിലും സാമ്പത്തികമായിട്ടാണെങ്കിലും അദ്ദേഹത്തിൻ്റെ സമൂഹത്തിലുള്ള സ്ഥാനവും പദവിയും കൊണ്ടാണെങ്കിലും എല്ലാ നിലയ്ക്കും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കൊരു അക്ഷരാർത്ഥത്തിൽ താങ്ങും തണലുമായിരുന്നു ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഉപ്പയുടെ സഹോദരനായ അബൂ ത്വാലിബ്. ഈ അബൂ ത്വാലിബ് ഇസ്ലാം സ്വീകരിച്ചിരുന്നെങ്കിൽ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങേയറ്റം ആഗ്രഹിച്ചിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നു, പ്രാർത്ഥിച്ചിരുന്നു, അതിനുവേണ്ടി പരിശ്രമിച്ചിരുന്നു. ആ അബൂ ത്വാലിബ് അവസാനം മരണശൈലിയിൽ കിടക്കുകയാണ്, മരിക്കാനായി കിടക്കുകയാണ്. ആ സന്ദർഭത്തിൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ അബൂ ത്വാലിബ് അപ്പോഴെങ്കിലും ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ് കാണണം എന്ന ആഗ്രഹത്തോടെ, മുസ്ലിമായി അദ്ദേഹം മരിച്ചിരുന്നെങ്കിൽ എന്ന പ്രതീക്ഷയോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ത്വാലിബിൻ്റെ അടുക്കിലേക്ക് പോവാണ്. നമുക്കറിയാം ആ സംഭവം. അബൂ ത്വാലിബിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കാര്യം പറഞ്ഞു കൊടുക്കാൻ പോകുന്ന സന്ദർഭത്തിൽ അവിടെ അബൂ ത്വാലിബിൻ്റെ കൂട്ടുകാരായിട്ടുള്ള അബൂ ജഹലും ഉത്ബയും ഷൈബയൊക്കെ അവിടെ ഉണ്ട്. മക്കയിലെ മുശ്രിക്കുകളുടെ നേതാക്കന്മാർ അവിടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വന്തം ഉപ്പയുടെ സഹോദരനായ അബൂ ത്വാലിബിനോട് പറയണേ, യാ അം, എൻ്റെ ഉപ്പാൻ്റെ സഹോദര, ഖുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിങ്ങളൊന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. കലിമത്തൻ ഉഹാജ്ജു ലക ബിഹാ ഇൻദല്ലാഹ്, ആ ഒരൊറ്റൊരു വാക്ക് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ടി റബ്ബിൻ്റെ അടുക്കൽ ഞാൻ എന്ത് ചെയ്യാം? ശുപാർശ പറയാം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാത്ത, തൗഹീദ് ഇല്ലാത്ത ഒരാൾക്ക് ലഭിച്ചാത്ത ശുപാർശ കിട്ടൂല, ശഫാഅത്ത് കിട്ടൂല. നിങ്ങൾ ആ ഒരു വാക്ക് ഒരൊറ്റ വട്ടം നിങ്ങൾ എനിക്ക് വേണ്ടി ഒന്ന് പറയണം. ആ ഒരു വാക്ക് നിങ്ങൾ ഒരു തവണ ഒന്ന് ഉച്ചരിക്കണം. ഞാൻ നിങ്ങൾക്ക് വേണ്ടി റബ്ബിൻ്റെ അടുക്കൽ ശുപാർശ പറഞ്ഞോളാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിൻ്റെ ഉപ്പാൻ്റെ സഹോദരനോട് കെഞ്ചി പറയുമ്പോൾ അപ്പുറത്ത് നിന്ന് കൂട്ടുകാരെന്ത് ചെയ്യണം? വസ്വാസ് ചെവിയിൽ പറഞ്ഞു കൊടുക്കണം. തറഗബു അൻ ദീനി അബ്ദുൽ മുത്തലിബ്, താങ്കൾ അബ്ദുൽ മുത്തലിബിന് ദീനിൽ നിന്ന് വിരക്തി കാണിക്കണം, അതിൽ നിന്ന് താങ്കൾ ഇഷ്ടക്കേട് കാണിക്കുകയാണോ, അതിൽ നിന്ന് താങ്കൾ പിന്മാറിപ്പോവുകയാണോ എന്ന് കൂട്ടുകാർ അബൂ ത്വാലിബിന് ചെവിയിൽ ഓതിക്കൊടുക്കുകയാണ്. അവസാനം ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം അയാൾ പറയുന്നത് എന്താ? അല ദീനി അബ്ദുൽ മുത്തലിബ്, അയാൾ അബ്ദുൽ മുത്തലിബിൻ്റെ ദീനിലാണെന്ന് പറഞ്ഞിട്ടാണ് മരണപ്പെടുന്നത്. എത്ര നല്ല, നമ്മൾ ആലോചിച്ച് നോക്കി, നമ്മൾക്ക് മുസ്ലിമീങ്ങളായ പല സഹാബത്യങ്ങൾക്ക് പോലും ചെയ്തു കൊടുക്കാൻ പറ്റാത്തത്രയും ഹിദ്മത്തുകൾ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വേണ്ടി അബൂ ത്വാലിബ് ചെയ്തു കൊടുത്തിട്ടുണ്ട്. ആ അബൂ ത്വാലിബിന് എന്ത് ചെയ്യാൻ സാധിച്ചിട്ടില്ല? ഇസ്ലാം സ്വീകരിക്കാൻ സാധിച്ചിട്ടില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ സാധിച്ചിട്ടില്ല. കാരണം കൂട്ടുകാരാണ്. കൂട്ടുകാർ മോശമായി കഴിഞ്ഞാൽ അത് വലിയ അപകടങ്ങളിലേക്ക് നമ്മൾ എത്തിക്കും. നേരെ തിരിച്ചാണെങ്കിലോ, നമ്മുടെ കൂട്ടുകാർ നല്ല ആളുകൾ, നമ്മൾ നല്ല ആളുകൾ മാത്രമേ കൂട്ടുകാരെ തിരഞ്ഞെടുക്കുന്നുള്ളെങ്കിലോ അതേപോലെ തന്നെ നമുക്ക് നല്ല ഹൈറുകളിലേക്ക്, നല്ല നന്മകളിലേക്ക് നമ്മൾക്കത് എന്ത് ചെയ്യാൻ സാധിക്കും? മുന്നേറാനും സഹായകരമാവും. ഏതുപോലെ? നിങ്ങൾക്കൊക്കെ അറിയുന്ന സഹാബികളാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ നിങ്ങൾക്ക് അറിയുന്ന സഹാബികൾ. നമ്മൾക്കറിയാം, നമ്മൾ ചിന്തിച്ചു നോക്കണം. നിങ്ങൾ ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ടാവും, പലപ്പോഴും ചിന്തിച്ചിട്ടില്ലാത്തൊരു കാര്യമാണെന്ത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തുകളിൽ ഏറ്റവും ഒന്നാം സ്ഥാനമുള്ളത് ആർക്കാണ്? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അതെന്തുകൊണ്ടാണ് ഒന്നാം സ്ഥാനം എത്തിയെന്നുള്ളത് ചരിത്രം പഠിച്ച ഒരാൾക്ക് ഒരു അത്ഭുതം ഉണ്ടാവില്ല. കാരണം എന്താ? ഏറ്റവും ആദ്യം ഇസ്ലാം സ്വീകരിക്കുന്ന അബൂബക്കർ റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇസ്ലാം സ്വീകരിച്ചത് മുതൽ ഇസ്ലാമിൽ ഏറ്റവും വേണ്ട എല്ലാ സേവനങ്ങളും ചെയ്തു കൊടുക്കുന്നതിൽ മുൻപതിൽ നിന്ന് അബൂബക്കർ റളിയല്ലാഹു അൻഹു. എല്ലാ ഇബാദത്തുകളിലും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കഴിഞ്ഞാൽ പിന്നെ ഒന്നാമതുണ്ടാവുക അബൂബക്കർ റളിയല്ലാഹു അൻഹു. ഇങ്ങനെ എല്ലാ നിലയ്ക്കും അദ്ദേഹം ഒന്നാമതാണ്. അതുകൊണ്ട് അദ്ദേഹം എന്തുകൊണ്ട് ഒന്നാമതെത്തി എന്നുള്ളതിൽ പ്രത്യേകിച്ച് അത്ഭുതമൊന്നുമില്ല, സ്വാഭാവികം. പക്ഷേ രണ്ടാം സ്ഥാനം ആർക്കാ സഹാബത്തുകളിൽ അബൂബക്കർ കഴിഞ്ഞാൽ? എന്തുകൊണ്ടാണ് ഉമർ ഇബ്നുൽ ഖത്താബ് രണ്ടാമതെത്തി? നമ്മൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ? അബൂബക്കർ കഴിഞ്ഞിട്ട് രണ്ടാമത് ഇസ്ലാം സ്വീകരിച്ച ഉമർ ഇബ്നുൽ ഖത്താബ് ആയിരുന്നു? അല്ല. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നുബുവത്ത് കഴിഞ്ഞ് എത്രയോ 4 വർഷം 3 വർഷം കഴിഞ്ഞിട്ടാണ്. അത്രയും വർഷങ്ങൾ കഴിഞ്ഞിട്ട് ഇസ്ലാം സ്വീകരിക്കുന്നത്.
എന്തുകൊണ്ടാണ് ഇത്രയും വൈകി ഇസ്ലാം സ്വീകരിച്ച ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മറ്റെല്ലാവരെക്കാളും മുൻപിലെത്തിയത്, രണ്ടാം സ്ഥാനത്തേക്ക് എത്തിയത് എങ്ങനെയാണ്? അതിൻ്റെ കാരണം എന്താ? അതിൻ്റെ പിന്നിലെ രഹസ്യം എന്താ കാരണം? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുമ്പോൾ അദ്ദേഹം കാണുന്ന കാഴ്ച എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഏറ്റവും അധികം പ്രിയപ്പെട്ടത്, അദ്ദേഹത്തിൻ്റെ സന്നിധിയിൽ ഏറ്റവും അധികം ചേർന്നിരിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ സ്ഥാനമുള്ളത് ആർക്കാ? അബൂബക്കർ റളിയല്ലാഹു അൻഹു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്, ഇന്നു മുതൽ ഞാൻ ഇസ്ലാം സ്വീകരിച്ച് ഇന്നു മുതൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനെ പോലെ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്യാൻ ശ്രമിക്കും. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ കൂട്ടുകാരനായി അബൂബക്കർ റളിയല്ലാഹു അൻഹു നിശ്ചയിക്കാം. അത് ഓരോ സന്ദർഭങ്ങളും എന്ത് ചെയ്യണം? എന്നിട്ട് അബൂബക്കറിനോടുള്ള മത്സരം ശ്രദ്ധിക്കണം. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു രണ്ടാമതെത്തിയത് അബൂബക്കർ റളിയല്ലാഹു അൻഹുവിനോട് മത്സരിച്ചിട്ടാണ്. അങ്ങനെയാണ് നല്ല കൂട്ടുകാർ. എത്രയോ സന്ദർഭങ്ങൾ അത് ഉമർ റളിയല്ലാഹു അൻഹു തുറന്നു പറഞ്ഞിട്ടുമുണ്ട്. നിങ്ങൾക്കറിയാം, തബൂക്ക് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ആ യുദ്ധത്തിന് വേണ്ട ഒരു സാമഗ്രികളും സംഘടിപ്പിക്കാൻ പറ്റാത്ത അത്രയും സാമ്പത്തികമായി പ്രയാസപ്പെട്ട് നിൽക്കുന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് വിളംബരം ചെയ്തു, നിങ്ങൾക്ക് സാധിക്കുന്നത്ര സമ്പത്ത് എന്ത് ചെയ്യാൻ നിങ്ങൾ കൊണ്ടുവന്ന് തരണം, അത്രയും പ്രയാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറയാം. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് അന്ന് പറയണത്, ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കും, ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിക്കുക തന്നെ ചെയ്യും. പക്ഷേ എപ്പോഴും മനസ്സിലിതാണ്, ഈ ഒരു മത്സരം, എൻ്റെ കൂട്ടുകാരൻ അബൂബക്കറിനെ എനിക്കെങ്ങനെ തോൽപ്പിക്കാൻ സാധിക്കും. അന്ന് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പോയി അദ്ദേഹത്തിൻ്റെ സമ്പത്ത് മുഴുവൻ കണക്കുകൂട്ടി അതിൻ്റെ പകുതി സമ്പത്തും വിറ്റ് കിട്ടിയ സമ്പത്തുമായി, ആ ദീനാറുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വരാം. വലിയൊരു സമ്പത്ത്, അദ്ദേഹത്തിൻ്റെ മുഴുവൻ സമ്പത്തിൻ്റെ പകുതി 50% വിറ്റ് കിട്ടിയ ദീനാറുകളുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്നിട്ട് ആ പണക്കിഴി മുന്നിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ കാത്തു നിൽക്കുകയാണ്, അബൂബക്കർ വരുന്നത് നോക്കിയിട്ട്. അബൂബക്കറിനെ ഇത്രയധികം സമ്പത്ത് കൊണ്ടുവരാൻ സാധിക്കില്ല എന്ന് ഉമർ ബിൻ ഖത്താബ് ഏകദേശം കണക്കാക്കിയിരുന്നു, അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അബൂബക്കറിനെ എനിക്കിന്ന് തോൽപ്പിക്കാൻ സാധിക്കുന്നത് പ്രതീക്ഷിച്ചിരിക്കുകയാണ് ആര്? ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു അത്രയൊന്നും വലിയ സമ്പത്തൊന്നല്ല, ചെറിയൊരു സമ്പത്തുമായി എന്ത് ചെയ്യാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് വന്ന് ആ പണക്കിഴി വെക്കാൻ, ചെറിയൊരു പണക്കിഴി. ഈ പണക്കിഴി കണ്ടിട്ട് ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു മനസ്സിൽ കരുതണം, ഇന്ന് ഞാൻ വിജയിച്ചു, ഇന്ന് ഞാൻ അബൂബക്കറിനെ തോൽപ്പിച്ചു എന്ന് മനസ്സിൽ കരുതി നിൽക്കുന്ന സന്ദർഭത്തിൽ അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടും അബൂബക്കറിനോടും ചോദ്യം ചോദിക്കും. എന്താ ചോദിക്കാൻ? ഉമറെ, നീ നിനക്ക് വേണ്ടി എന്താണ് ബാക്കി വെച്ചത്? ഉമറെ, നീ നിനക്ക് വേണ്ടി എന്താണ് ബാക്കി വെച്ചത്? അപ്പോൾ ഉമർ ബിൻ ഖത്താബ് പറയും, എന്താണോ താങ്കൾക്ക് സ്വതക്കയായി നൽകിയത് അതുപോലത്തെ ഒരു ഭാഗം ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? എനിക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുണ്ട്. എന്നുവെച്ചാൽ എൻ്റെ സമ്പത്തിൻ്റെ പകുതിയാണ് ഞാൻ എന്ത് ചെയ്തത്? താങ്കൾക്ക് ഇവിടെ നൽകിയത്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കറിനോട് ചോദിക്കും, അബൂബക്കറെ, താങ്കൾ എന്താണ് താങ്കൾക്ക് വേണ്ടി ബാക്കി വെച്ചിട്ടുള്ളത് എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം എന്താ പറയാ? ഞാൻ എനിക്ക് വേണ്ടി ബാക്കി വെച്ചത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും മാത്രമാണ്. എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് സമ്പത്തായിട്ട് എന്തൊക്കെ ഉണ്ടായിരുന്നോ അതെല്ലാം വിറ്റ് കിട്ടിയിട്ടുള്ള തുകയാണെന്ത്? ഈ ഒരു തുക. ഒന്നും അദ്ദേഹത്തിന് സ്വന്തമായി ബാക്കി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയണം, വല്ലാഹി, അള്ളാഹുവാണ് സത്യം, അബൂബക്കറെ, ഇനി ഒരിക്കലും ഞാൻ താങ്കളുമായി മത്സരിക്കുകയില്ല, ഇനി ഒരിക്കലും ഞാൻ താങ്കളുമായി മത്സരിക്കുകയില്ല എന്ന് ഉമർ ബിൻ. ഇതാണ് നല്ല കൂട്ടുകെട്ടുണ്ടാക്കുന്ന മാറ്റം. നല്ല കൂട്ടുകാരൻ്റെ ഒപ്പം എത്താൻ നമ്മൾ ഓടിക്കഴിഞ്ഞാൽ ആ കൂട്ടുകാരനെ മറികടക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ തൊട്ട് പുറകിലെങ്കിലും എത്താൻ സാധിക്കും, തൊട്ട് പുറകിലെങ്കിലും എത്താൻ സാധിക്കും. ഇതുപോലത്തെ കൂട്ടുകാരെയാണ് നമ്മൾ കൂട്ടുകാരായി തിരഞ്ഞെടുക്കേണ്ടത്. നമ്മളെക്കാൾ ഈമാനുള്ള, നമ്മളെക്കാൾ ഇബാദത്ത് ചെയ്യാൻ ഉന്മേഷമുള്ള, നമ്മളെക്കാൾ ദീനിൽ അറിവുള്ള, നമ്മളെക്കാൾ ഹറാമുകൾ വിട്ടു നിൽക്കാൻ പരിശ്രമിക്കുന്ന ഒരാളാണ് നമ്മൾ കൂട്ടുകാരെ. നമ്മളെക്കാൾ താഴ്ന്ന ആളുകൾ നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കരുത്. നമ്മുടെ അത്ര പോലും ഈമാനില്ലാത്ത, നമ്മുടെ അത്ര പോലും ദീനിൽ അറിവില്ലാത്ത, നമ്മുടെ അത്ര പോലും ഹറാമുകൾ വിട്ടു നിൽക്കാൻ ശ്രദ്ധിക്കാത്ത ഒരാൾ നമ്മൾ എന്ത് ചെയ്യരുത്? കൂട്ടുകാരനെ തിരഞ്ഞെടുക്കരുത്. അത് നമ്മൾ അപകടത്തിലേക്ക് എത്തിക്കും.
നമ്മളെക്കാൾ മികച്ച, നമ്മളെക്കാൾ ഒരു പടി കൂടി മുകളിലുള്ള ആളുകളെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മുടെ കൂട്ടുകാരെ തിരഞ്ഞെടുക്കേണ്ടത്. എന്നിട്ട് അവരോടൊപ്പം എത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. ആ പരിശ്രമത്തിനിടയിൽ നമ്മൾ തോറ്റുപോയാലും പ്രശ്നമില്ല, നമ്മൾ അയാളെ വിജയിച്ച് മുൻപിലെത്തിയില്ലെങ്കിലും പ്രശ്നമില്ല, നമ്മൾ അയാളെ തൊട്ട് പുറകിലെത്തിയാൽ അത് തന്നെ വലിയ ഖൈറാണ്. ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അബൂബക്കറിനെ തോൽപ്പിക്കാൻ നോക്കിയിട്ട് അദ്ദേഹത്തിന് അബൂബക്കറിനെ തോൽപ്പിക്കാൻ സാധിച്ചോ? ഇല്ല. പക്ഷെ എന്താ കിട്ടിയ നേട്ടം? എന്താ? ബാക്കിയുള്ളവരൊക്കെ മറികടന്ന് അബൂബക്കറിനെ തൊട്ട് പുറകിലേക്ക് എത്തി. ഏതുപോലെ ഒരു ഓട്ട മത്സരത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും വേഗതയുള്ള ഒരാളുടെ തൊട്ടു പുറകിൽ ഞാൻ ഓടും, അയാളെ ഞാൻ തോൽപ്പിക്കും എന്ന നീയത്തോടുകൂടി നമ്മൾ ഓട്ട മത്സരത്തിൽ നിൽക്കുക. നമുക്ക് അയാൾ ഓടി തോൽപ്പിക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും അയാളെ തൊട്ടു പുറകിലേക്ക് എത്തിയാൽ തന്നെ അത് വലിയ നന്മയാണ്, വലിയ ഖൈറാണ്. ഇതേപോലെ ഏറ്റവും നല്ല കൂട്ടുകാരെ, നമ്മളെക്കാൾ വലിയ പദവികളിലുള്ള, വലിയ ഈമാനിലും ഇൽമിലുമുള്ള ആളുകളെ നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ കൂട്ടുകാരായി തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കാം. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട, നമ്മുടെ യുവത്വത്തെ വഴിതെറ്റിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ നിഅമതാനി മഗ്ബൂനുൻ ഫീഹിമാ കസീറുൻ മിനന്നാസ്, രണ്ട് അനുഗ്രഹങ്ങൾ. ഈ രണ്ട് അനുഗ്രഹങ്ങളുടെ വിഷയത്തിൽ ജനങ്ങളിൽ അധികം ആളുകളും വഞ്ചിക്കപ്പെട്ടിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ രണ്ട് അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്ന ആളുകൾ, അതിന് ശുക്ർ ചെയ്യേണ്ടതുപോലെ ശുക്ർ ചെയ്യുന്ന ആളുകൾ മനുഷ്യരിൽ തന്നെ വളരെ ചുരുക്കമുള്ളൂ, അപൂർവമുള്ളൂ. എന്തൊക്കെയാണ് രണ്ട് കാര്യങ്ങൾ? അസ്സിഹത്തു വൽ ഫറാഗ്, ആരോഗ്യവും ഒഴിവു സമയവും. അല്ലേ? നിങ്ങളൊന്ന് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരൻ്റെ മൊബൈൽ ഫോൺ വാങ്ങിച്ചിട്ട് അതിൽ സ്ക്രീൻ ടൈം എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ടാവും മൊബൈലുകൾ സെറ്റിങ്സിൽ. ഒന്ന് നോക്കി നോക്കുക, ഒരു ദിവസത്തിൽ എത്ര മൊബൈൽ ഫോൺ ഉപയോഗിക്കും നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കി നോക്കുക. നിങ്ങൾ അത്ഭുതപ്പെട്ടു. അവൻ്റെ ദിവസത്തിലെ ഉറക്കം കഴിഞ്ഞിട്ട് അവൻ ഉണർന്നിരിക്കുന്ന സമയം ഒരു 16 മണിക്കൂറാണെങ്കിൽ ആ 16 മണിക്കൂറിൽ 14 മണിക്കൂറോ 13 മണിക്കൂറോ ആ മൊബൈൽ ഫോൺ നോക്കുന്നുണ്ടാവും. അത് നിങ്ങൾ തന്നെ പരിശോധിച്ചാൽ മതി. നിങ്ങളുടെ മക്കളോ അനിയന്മാരോ അല്ലെങ്കിൽ ബന്ധുക്കളോ ആയിട്ടുള്ള ചെറുപ്പക്കാരുടെ മൊബൈൽ ഫോണുകളിലെ സ്ക്രീൻ ടൈം നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കുക. ഏറ്റവും ചുരുങ്ങിയത് 10 മണിക്കൂറെങ്കിലും ഉണ്ടാവും ഒരു ചെറുപ്പക്കാരൻ്റെ മൊബൈലിൻ്റെ സ്ക്രീൻ ടൈം. എന്നിട്ട് അവൻ പറയും എനിക്ക് ഖുർആൻ ഓതാൻ സമയം കിട്ടിയില്ല, സുന്നത്ത് നിസ്കരിക്കാൻ സമയമില്ല, അതിന് സമയമില്ല, ഇതിന് സമയം. എങ്ങനെ സമയം ഉണ്ടാവുക? ഉള്ള സമയം മുഴുവൻ ഇതിൽ തീർക്കല്ലേ. നമുക്ക് ആകെ ഒരു ദിവസത്തിൽ 24 മണിക്കൂറേ ഉള്ളൂ. നമ്മൾ കുറേ സോഷ്യൽ മീഡിയയിൽ ഇറങ്ങി കളിച്ചു എന്നുള്ളത് കൊണ്ട് നമുക്ക് സമയം കുറച്ച് റബ്ബ് കൂടുതൽ തരൂല. എല്ലാവർക്കും 24 മണിക്കൂർ മാത്രമേ ഉള്ളൂ. ഈ ഉള്ള സമയം ഖൈറിന് വിനിയോഗിക്കുക എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ ഒഴിവു സമയം എന്നുള്ളത് നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് നമ്മുടെ സമയം. എന്ത് നമുക്ക് നഷ്ടപ്പെട്ടാലും തിരിച്ചു പിടിക്കാൻ സാധിക്കും. എന്തും, സമ്പത്തായിക്കോട്ടെ, ആരോഗ്യമായിക്കോട്ടെ, എന്തൊരു കാര്യമായിക്കോട്ടെ, നമുക്ക് നഷ്ടപ്പെട്ടാൽ എങ്ങനെയെങ്കിലും ഏത് വിധേനയെങ്കിലും നമുക്കത് ഒരു പരിധി വരെ തിരിച്ചെടുക്കാൻ സാധിച്ചേക്കും. എന്നാൽ സമയം ഒരു സെക്കൻഡ് പോയാൽ അത് പോയ തന്നെ. ടൈം മെഷീനുകളോ അങ്ങനത്തെ മറ്റുള്ള സംവിധാനങ്ങളൊന്നും ഇല്ല. അതൊന്നും ഈ ഖിയാമത്ത് നാൾ വരേക്കും ആരും കണ്ടുപിടിക്കാൻ പോകുന്നില്ല, അങ്ങനെ വിചാരിക്കണം. ഈ കാലഘട്ടം ഇത് മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. ഇത് മുന്നോട്ട് പോകും. എന്താ പ്രശ്നം എന്നറിയോ? ഓരോ വർഷം കഴിയുമ്പോഴും നമ്മൾ ഖബറിലേക്ക് കൂടുതൽ അടുത്തുകൊണ്ടേയിരിക്കുകയാണ്. ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും നമ്മൾ ഒരുങ്ങിയാലും ഒരുങ്ങിയില്ലെങ്കിലും, തയ്യാറെടുത്താലും തയ്യാറെടുത്തില്ലെങ്കിലും, ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും, ആഗ്രഹമുണ്ടെങ്കിലും ഇല്ലെങ്കിലൊക്കെ നമ്മൾ ഓരോ സെക്കൻഡ് കഴിയുമ്പോഴും മരണത്തിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കുക. മരിച്ചു കഴിഞ്ഞ് റൂഹ് തൊണ്ടക്കുഴിയിൽ എത്തുമ്പോൾ നമ്മളൊന്ന് ആഗ്രഹിക്കും, എന്തെങ്കിലും ഒരു കാര്യം, ഒരു തസ്ബീഹ് ചൊല്ലിയിരുന്നെങ്കിൽ, ഒരു റക്അത്ത് പോലും നിസ്കരിച്ചിരുന്നെങ്കിൽ, എന്തെങ്കിലും ഒരു നന്മ, ഒരു സദഖ നൽകിയിരുന്നെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ആ സമയത്ത് ആഗ്രഹിക്കും. പക്ഷേ അവിടെ പിന്നെ നമുക്ക് അമല് ചെയ്യാൻ അവസരമില്ല. നമുക്ക് അമല് ചെയ്യാനുള്ള ഒരേ ഒരു അവസരം, ഒരേ ഒരു ചാൻസാണ് ഈ ദുനിയാവ്. മരിക്കുന്നതോടുകൂടെ നമുക്ക് അമല് ചെയ്യാനുള്ള ചാൻസ് കഴിഞ്ഞു, അവസാനിച്ചു. പിന്നൊരു ചാൻസ് ഇല്ല. ഈ ഒരു ബോധ്യം, നമുക്ക് ഈ ഒരു സമയത്തിൻ്റെ വില നമ്മൾ മനസ്സിലാക്കണം.
ഹസൻ ബസീർ റഹിമഹുള്ള പറയാറുണ്ട്, താബഈ ആയിട്ടുള്ള വലിയൊരു പണ്ഡിതനാണ്. അദ്ദേഹം പറയാറുണ്ട്, നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനോട് പിശുക്ക് കാണിക്കുന്നതിനേക്കാൾ സമയത്തിനോട് പിശുക്ക് കാണിക്കുന്ന ഒരു സമൂഹത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. നിങ്ങളുടെ സമ്പത്തിന് പിശുക്ക് കാണിക്കുന്നതിനേക്കാൾ സമയത്തിൻ്റെ വിഷയത്തിൽ പിശുക്ക് കാണിക്കുന്ന ഒരു സമൂഹത്തെ ഞാൻ സ്വഹാബത്തിനെ പറ്റിയ സമയം അങ്ങേയറ്റം നമ്മൾ വളരെയധികം പിശുക്ക് കാണിക്കണം സമയത്തിൻ്റെ വിഷയത്തിൽ. നമ്മുടെ സമയം വെറുതെ എന്ത് ചെയ്യാൻ പാടില്ല. നിബ്സാസം പഠിപ്പിച്ചെന്ന ഹരിസ് അലാമായ സൗത്ത്, നമ്മുടെ സമയം അതിൽ അധ്വാനിക്കേണ്ടത്, പരിശ്രമിക്കേണ്ടത് നമ്മൾക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിലാണ്. നമുക്ക് ഉപകരിക്കുന്ന കാര്യങ്ങളിലാണ് നമ്മൾ സമയം മെനക്കെടുത്ത്. നമുക്ക് ദുനിയാവിലോ ആഖിറത്തിലോ എന്തെങ്കിലും ഗുണമുള്ള ഒരു കാര്യമായിരിക്കണം നമ്മുടെ സമയങ്ങളിൽ കടന്നു പോകേണ്ടത്. അതല്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനീഹി. ഒരാളുടെ ഇസ്ലാം നന്നാകുന്നതിൽ പെട്ടതാണെന്ത്? അവന് ഉപകരിക്കാത്ത കാര്യങ്ങൾ വിട്ടു നിൽക്കുക എന്നത്. നമുക്ക് ഉപകാരമില്ലാത്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? ഒഴിവാക്കണം. അതിനർത്ഥം എന്തല്ല, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയ പോലത്തെ മറ്റുള്ള കാര്യങ്ങൾ ഇതൊന്നും തീരെ ഉപയോഗിക്കാൻ പാടില്ലെന്നോ അതൊന്നും പൂർണ്ണമായി ഹറാമാണെന്നോ എന്നൊന്നും അല്ല ഇതിൻ്റെ അർത്ഥം. നിങ്ങൾ ശ്രദ്ധിക്കണം, അതിന് അതിൻ്റേതായിട്ടുള്ള പരിമിതികളുണ്ട്, ലിമിറ്റുകളുണ്ട്. ആ ലിമിറ്റുകൾ കീപ്പ് ചെയ്തുകൊണ്ട് അതിൻ്റെ പരിമിതികൾ നമ്മൾ നിശ്ചയിച്ചുകൊണ്ട് മാത്രമായിരിക്കണം എന്ത് ചെയ്യേണ്ടത്, അതിൽ നമ്മൾ ഇറങ്ങേണ്ടത്. ഒന്നാമത് നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന ആളുകൾ ശ്രദ്ധിക്കുക, നിങ്ങൾ ആദ്യം ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് ദീനിനോ ദുനിയാവിനോ യാതൊരു ബെനഫിറ്റും തരാത്ത വെറുതെ ജസ്റ്റ് ഒരു എൻ്റർടൈൻമെൻറ്റ് മാത്രമായി നിലനിൽക്കുന്ന ഗ്രൂപ്പുകൾ എക്സിറ്റ് അടിക്കുക, ലീവ് ചെയ്യുക. അങ്ങനത്തെ പേജുകൾ അൺഫോളോ ചെയ്യുക, ഫോളോ ചെയ്തിട്ടുള്ളത്. അത്തരം കാര്യങ്ങൾ കണ്ടന്റുകൾ ലൈക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യുക, അതൊക്കെ അൺലൈക്ക് കൊടുക്കുക. അതൊക്കെ നമ്മൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ അൺസബ്സ്ക്രൈബ് ചെയ്യുക. ഇതൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ എന്ത് ചെയ്യും, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും വലിയൊരു സമയം നമുക്ക് കിട്ടും. നമ്മുടെ സമയത്തെ കളയുന്നത് ഇത്തരം കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മുടെ സമയത്തിനെ കളയാൻ വേണ്ടി തന്നെയാണ് ഇത്തരം കാര്യങ്ങൾ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ സമയത്തിന് ഇത്തരം ആളുകൾക്ക് വിട്ടുകൊടുക്കരുത്. നമ്മുടെ കയ്യിലുള്ള ഏറ്റവും വലിയ സമ്പത്ത് ഈ സമയമാണ്. ഇത് ഇത്തരം ആളുകൾക്ക് ഞാൻ എന്ത് ചെയ്യില്ല, കൊടുക്കൂല. ഇതെനിക്ക് എൻ്റെ ദീനിനും ദുനിയാവിനും ഉപകരിക്കുന്ന കാര്യങ്ങൾക്ക് ഞാനിത് ചെലവഴിക്കുകയുള്ളൂ എന്ന വാശി നമുക്ക് വേണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമെന്നുള്ളത്, നമ്മുടെ യൗവനത്തെ അല്ലെങ്കിൽ യുവത്വത്തിലുള്ള ചെറുപ്പക്കാരെ വഴിതെറ്റിക്കാൻ കാരണമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം, പരലോകത്തെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിലുള്ള യഖീനില്ലായ്മ. പരലോകത്തിലുള്ള വിശ്വാസം, ഈമാൻ ബിൽ യൗമിൽ ആഖിർ, നമുക്കറിയാം ഇസ്ലാമിൻ്റെ അടിസ്ഥാനങ്ങൾപ്പെട്ടൊരു കാര്യമാണ്. അത് പല ചെറുപ്പക്കാർക്കും അതിലുള്ള യഖീൻ എന്ത് ചെയ്തിട്ടുണ്ട്, പല കാരണങ്ങൾ കൊണ്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. എന്തോ പരലോകം എന്നുള്ളത് ഒരു നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം പോലെ പലരും എന്ത് ചെയ്തിട്ടുണ്ട്, ചിന്തിക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കണം, അള്ളാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എത്രയോ പ്രത്യേകിച്ച് മക്കിയായ സൂറത്തുകൾ, ഹിജറയ്ക്ക് മുമ്പ് അവതരിപ്പിക്കപ്പെട്ട സൂറത്തുകൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ സൂറത്തുകളിൽ, അത്തരം സൂറത്തുകളിൽ ഉയർത്തെഴുന്നേൽപ്പ് സത്യമാണ് എന്ന് തെളിയിക്കുന്ന 100 കണക്കിന് തെളിവുകൾ ഖുർആനിൽ മാത്രം. അത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള, ശാസ്ത്രീയമായി പഠിച്ച് മനസ്സിലാക്കിയിട്ടുള്ള ആളുകൾക്ക് മാത്രം ബോധ്യപ്പെടുന്ന തെളിവുകളോ ദൃഷ്ടാന്തങ്ങളൊന്നല്ല. ഏതൊരു സാധാരണക്കാരനും ഹൃദയത്തിന് ദൃഢത നൽകുന്ന, യഖീന് നൽകുന്ന, ഈ വിഷയത്തിൽ യാതൊരു സംശയവും ബാക്കിയാകാത്തൊരു രൂപത്തിലുള്ള തെളിവുകൾ ധാരാളം കാണാൻ സാധിക്കും. ഇതുപോലെ അള്ളാഹു സുബ്ഹാനഹു ഏറ്റവും സിമ്പിളായി പറഞ്ഞിരുന്നൊരു ഉദാഹരണമാണ് എന്ത്, ഒരു തെളിവാണ് സൃഷ്ടിപ്പിൻ്റെ ആദ്യം, തുടക്കം എന്നുള്ളത്. അള്ളാഹു എങ്ങനെ നമ്മൾ സൃഷ്ടിച്ചത്? ഫല്യൻദുറിൽ ഇൻസാനു മിമ്മ ഖുലിഖ്. ഓരോ മനുഷ്യൻ എന്ത് ചെയ്യട്ടെ, അവൻ എന്തിൽ നിന്നാണ് സൃഷ്ടിക്കപ്പെട്ടതെന്ന് നോക്കട്ടെ. അത് നോക്കി അതിനെപ്പറ്റി പഠിക്കുന്ന ഒരാൾക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ സാധിക്കില്ല, എൻ്റെ റബ്ബ് ഉയർത്തെഴുന്നേൽപ്പിക്കാൻ സാധിക്കാത്തതെന്ന് പറയാൻ കഴിയില്ല. കാരണം വെറും ഒരു തുള്ളി, ഒന്ന് ആലോചിച്ച് നോക്കിയേ, വെറും ഒരു ഇന്ദ്രിയ തുള്ളി,
വാരിയെല്ലുകൾക്കും മുതുകിനും ഇടയിൽ നിന്ന് പുറത്തു വരുന്ന വെറും ഒരു തുള്ളി. ആ തുള്ളിയിൽ നിന്നാണ് ഇത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള, ഇത്രയും സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള, ഇത്രയും പ്രോസസ്സുകൾ ഓരോ സെക്കൻഡുകളിലും കൃത്യമായ വേരിയേഷനോടുകൂടി നടക്കുന്ന ഈ ശരീരത്തെ അള്ളാഹു സുബ്ഹാനഹു സൃഷ്ടിച്ചിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുമ്പോൾ നമുക്കൊരിക്കലും ഉയർത്തെഴുന്നേൽപ്പിൽ നിഷേധിക്കാൻ കഴിയില്ല. നിങ്ങൾക്കറിയോ, ഇപ്പോൾ മെഡിസിനൊക്കെ പഠിക്കുന്ന ആ ഫീൽഡിലുള്ള ആളുകൾക്കറിയാം, ശരീരത്തിൻ്റെ ഓരോ അവയവങ്ങൾക്കും സ്പെഷ്യലൈസേഷൻ ഉണ്ട്. കണ്ണിന് മാത്രം ഒരു ഡോക്ടറുണ്ട്, അതുപോലെ തന്നെ ചെവി, മൂക്ക്, തൊണ്ടയ്ക്കൊരു ഡോക്ടറുണ്ട്, ഹൃദയത്തിന് മാത്രം ഒരു ഡോക്ടറുണ്ട്. എന്തുകൊണ്ടാണ് 2-3 സ്പെഷ്യലൈസേഷനുകൾ ഒരേ ഡോക്ടർ ചെയ്യാത്ത? എന്തുകൊണ്ടാണ്? ചിന്തിച്ചിട്ടുണ്ടോ? കണ്ണിൻ്റെ സ്പെഷ്യലൈസ് ചെയ്ത അതേ ഡോക്ടർ തന്നെ ഹൃദയത്തിന് സ്പെഷ്യലൈസ് ചെയ്യാത്ത എന്തുകൊണ്ടാണ്? ആ കണ്ണിൽ മാത്രം അത്രയധികം ആഴത്തിൽ ഡീപ്പായി പഠിക്കാനുണ്ട്, അത്രയധികം വിഷയങ്ങൾ അതിൽ കടന്നു വരുന്നുണ്ട്. ഇതെല്ലാം കൂടി തലയിൽ കയറ്റി വെച്ചാൽ ഒരു മനുഷ്യന്, ഒരു ആവറേജ് മനുഷ്യന്, ശരാശരി മനുഷ്യന് താങ്ങാൻ സാധിക്കില്ല. അത്രയധികം പ്രോസസ്സുകളും കാര്യങ്ങളും ഒരൊറ്റൊരു അവയവത്തിൽ മാത്രമുണ്ട്, ഒരൊറ്റൊരു അവയവത്തിൽ. ഇത്രയും വിശദമായിട്ടുള്ള ഘടനകൾ ഇത് വന്നു ചേർന്നിട്ടുള്ളതിൻ്റെ തുടക്കം എന്താ? വെറും ഒരു തുള്ളി. ഈ തുള്ളിയെ ഈ രൂപത്തിലാക്കിയത് എങ്ങനെയാണ്? അങ്ങനെ ആക്കാൻ സാധിക്കുന്ന റബ്ബിന് ഈ ഒരു ശരീരം മണ്ണായി തീർന്നാൽ പഴയ പോലെ ആക്കാൻ കഴിയില്ലേ? അതിനെന്ത് പ്രയാസമാണുള്ളത്? എന്ത് ബുദ്ധിമുട്ടാണുള്ളത്? ഒരു ബുദ്ധിമുട്ടുമില്ല. അള്ളാഹു സുബ്ഹാനഹു സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ആകാശഭൂമികൾ മൊത്തം, അതിലുള്ളതെല്ലാം അള്ളാഹു സുബ്ഹാനഹു 6 ദിവസങ്ങൾ കൊണ്ട് സൃഷ്ടിച്ചിട്ട് അള്ളാഹു സുബ്ഹാനഹു ഒരു ക്ഷീണവും ഉണ്ടായിട്ടില്ല, ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ആകാശഭൂമികളാണോ വലിയ സൃഷ്ടിപ്പ്, മനുഷ്യനാണോ വലിയ സൃഷ്ടിപ്പ്? ഏതാ വലുത്? ലഖൽഖുസ് സമാവാതി വൽ അർളി അക്ബറു മിൻ ഖൽഖില്ല. തീർച്ചയായും ഖൽഖിന്നാസ്, ആകാശഭൂമികൾ സൃഷ്ടിപ്പാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പിനേക്കാൾ വലുത്, യാതൊരു സംശയമില്ല. അല്ലാഹു പറയില്ലേ, അഅൻതും അശദ്ദു ഖൽഖൻ അമിസ് സമാ, നിങ്ങളാണോ കൂടുതൽ ശക്തിമത്തായ സൃഷ്ടിപ്പ്, അതല്ല ആകാശമാണോ? ബനാഹ, ആ ആകാശത്തിനെ സൃഷ്ടിച്ചത് അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇങ്ങനെ എത്ര തെളിവുകളുണ്ട് ഖുർആനിൽ, ഹദീസുകളിൽ. ഇതൊക്കെ മനസ്സിലാക്കുന്ന ഒരാൾ, അയാൾക്കൊരിക്കലും പരലോകത്തിനെ സംബന്ധിച്ച് യാതൊരു സംശയവും ഉണ്ടാവുകയില്ല. ഈ പരലോകം നമ്മൾ ശ്രദ്ധിക്കണം, ഈ പരലോകത്തിനെ സംബന്ധിച്ചുള്ള വിശ്വാസത്തിൽ, അതിൻ്റെ ആ കാര്യത്തിൽ യഖീൻ നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ പിന്നൊരു മനുഷ്യൻ എങ്ങനെ വഴിതെറ്റിയെന്ന് വേറെ ചോദിക്കേണ്ട ആവശ്യം. ഒരു മനുഷ്യൻ വഴിതെറ്റുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, അതിൻ്റെ അടിസ്ഥാനപരമായ വിഷയം ഈമാൻ ഇല്ലാതാവുകയാണ്. ഈമാൻ ഇല്ലെങ്കിൽ അവനൊരു ഖൈറും ഉണ്ടാവില്ല. എന്തെങ്കിലും ഖൈർ ഉണ്ടെങ്കിൽ വന്നാലായി എന്ന് മാത്രം. അവനൊരു ഖൈർ ശരിയായ രൂപത്തിൽ അതിൻ്റെ അടിസ്ഥാനത്തോടുകൂടെ വളർത്തിയെടുക്കാനോ അതിൽ നിലനിർത്താനോ സാധിക്കുകയില്ല. എല്ലാ നന്മകളുടെ അടിസ്ഥാനം ഈമാനാണ്. നമ്മളൊരു വീട് കെട്ടുമ്പോൾ ഫൗണ്ടേഷൻ കെട്ടുന്നത് പോലെ എല്ലാ നന്മകളുടെയും അടിസ്ഥാനം ദീനുൽ ഇസ്ലാമിൽ ഈമാനാണ്. ഈമാൻ എന്ന ഫൗണ്ടേഷൻ ഇല്ലെങ്കിൽ വീട് നിലനിൽക്കാത്തതുപോലെ തന്നെ നന്മകളിലായി ഒരാൾക്ക് മുന്നേറാൻ സാധിക്കില്ല. പരലോക വിശ്വാസം എന്നുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്ക കാലഘട്ടത്തിലും മദീനയിലെ ഒക്കെ തുടക്കത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഒരുപാട് ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത്. ശ്രദ്ധിക്കണം, ഹദീസുകൾ, ധാരാളം ഹദീസുകൾ തുടങ്ങുന്നത് ഇങ്ങനെ: ആരാണോ അള്ളാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിക്കുന്നത് അവൻ ഇങ്ങനെ ചെയ്യട്ടെ, അല്ലെങ്കിൽ ഇങ്ങനെ പറയട്ടെ. എന്നുവെച്ചാൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു കാര്യം പറയുന്നത്. അത്രമാത്രം പ്രാധാന്യം എന്തിനുണ്ട്? ഈമാനുണ്ട്, പരലോക വിശ്വാസത്തിനുണ്ട്. ഈ വിശ്വാസത്തിൽ നമുക്കൊരിക്കലും എന്തു വന്നുകൂടാ? യാതൊരു സംശയവും നമ്മളെ ബാധിച്ചുകൂടാ. ശ്രദ്ധിക്കണം, സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ, ഈ ഒരു കാര്യത്തിൽ പോലും സംശയം ഉണ്ടാക്കുന്ന ആളുകൾ ഇന്ന് സമൂഹത്തിൽ വ്യാപകമാണ്. സോഷ്യൽ മീഡിയകളിലും മറ്റുമൊക്കെ അത്തരം സംസാരങ്ങൾ, സംശയങ്ങൾ മുസ്ലിമീങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ആളുകൾ വ്യാപകമാണ്. യുക്തിവാദികൾ എന്ന പേരിലും നിരീശ്വരവാദികൾ എന്ന പേരിലും പല പേരുകളിൽ പല രൂപത്തിൽ അവരെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ മക്കളുടെ ഹൃദയങ്ങളിലേക്ക് ഇത്തരം
അടിസ്ഥാന വിശ്വാസങ്ങളെ സംശയമുണ്ടാക്കുന്ന ഒരു തരത്തിലുള്ള സംശയങ്ങളും സംസാരങ്ങളും നടത്തുന്നുണ്ട്. നമ്മൾ നമ്മുടെ മക്കളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നന്മകളിൽപ്പെട്ടതാണെന്ത്? ഇത്തരം ആളുകളെ സംബന്ധിച്ച് നമ്മുടെ മക്കളെ താക്കീത് ചെയ്യുക. അത്തരം ആളുകളുടെ സംസാരങ്ങൾ നമ്മുടെ മക്കൾ കേൾക്കാതിരിക്കാനും അവരുടെ എഴുത്തുകൾ നമ്മുടെ മക്കൾ വായിക്കാതിരിക്കാനും ശ്രദ്ധിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് വായിച്ച് അത് കേട്ട് അതിന് ചെവി കൊടുത്ത് പിന്നെ നമ്മുടെ മക്കൾ വഴിതെറ്റിപ്പോയി അവർ വിശ്വാസമില്ലാത്തവരായി നിരീശ്വരവാദികളായി അങ്ങനെയായി ഇങ്ങനെയായി എന്ന് പറയുന്നതിൽ കാര്യമില്ല. നമ്മൾ ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ പ്രധാനം രോഗം വരാതെ നോക്കലാണ്. അത്തരം ആളുകളെ സംസാരം കേൾക്കാതിരിക്കാൻ നമ്മുടെ മക്കളെ നമ്മൾ എന്ത് ചെയ്യണം? പഠിപ്പിച്ചു കൊടുക്കണം, ശീലിപ്പിക്കണം. അങ്ങനെയുള്ള ആളുകൾ ഇന്ന് വ്യാപകമായിട്ടുണ്ട്. പ്രത്യേകിച്ചും മുസ്ലിം നാമധാരികളായിട്ടുള്ള ആളുകൾ, അല്ലെ, എക്സ് മുസ്ലിം എന്നാ പറയും. എന്നിട്ട് അവർ പ്രചരിപ്പിക്കുന്നത് മുസ്ലിം പേരും വെച്ച് ഇത്തരം കാര്യങ്ങളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം ആളുകളെ സംബന്ധിച്ച് നമ്മുടെ മക്കളെ താക്കീത് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതേപോലെ തന്നെ നമ്മുടെ മക്കളെ, യുവാക്കളെ വഴിതെറ്റിക്കാൻ കാരണമാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെന്ത്? സമ്പത്തിനോടുള്ള ആർത്തി എന്നുള്ളത്. സമ്പത്തിനോടുള്ള ആർത്തി. എങ്ങനെയെങ്കിലും കുറേ സമ്പത്ത് ഉണ്ടാക്കണം, ഒരുപാട് സൗകര്യങ്ങൾ നേടിയെടുക്കണം, എല്ലാ ആർഭാടങ്ങളും കരസ്ഥമാക്കണം, അങ്ങനെ സുഖസൗകര്യങ്ങളിലായി സുഖലോലുപതയിലായി ഈ ദുനിയാവിയായ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. വലിയ കാറ് വേണം, വീട് വേണം, മറ്റ് സൗകര്യങ്ങളൊക്കെ വേണം എന്നുള്ള ചിന്ത, കൺസെപ്റ്റ് നമ്മൾ ഒരിക്കലും നമ്മുടെ മക്കളിൽ അടിച്ചേൽപ്പിക്കരുത്. പല രക്ഷിതാക്കളും ചെറുപ്പം മുതലേ മക്കളെ പ്രഷർ ചെയ്ത് തള്ളി അവരെ ഈ ഒരു കാര്യത്തിലേക്കാണ് എത്തിക്കുന്നത്. അവരെ കണ്ടില്ലേ, ഇത്രയും നല്ല വീടുണ്ട്, അവൻ്റെ ജോലി കണ്ടില്ലേ, എത്ര നല്ല സാലറി ഉണ്ട്, അവൻ്റെ കാറ് കണ്ടില്ലേ, എത്ര നല്ല കാറുണ്ട്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ആ മക്കളെ ഈ ഒരു റൂട്ടിലേക്ക്, അവന് ദീനുണ്ടെങ്കിലും ഈമാനുണ്ടെങ്കിലും വിശ്വാസമുണ്ടെങ്കിലും ഇബാദത്തുകൾ ചെയ്യുന്നുണ്ടെങ്കിലും അവൻ്റെ മനസ്സിൽ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ളത് ഒരു വലിയൊരു ലക്ഷ്യമായി, വലിയൊരു ചിന്തയായി, തലവേദനയായി കൊണ്ടു നടക്കുന്ന രൂപത്തിൽ നമ്മുടെ മക്കളാക്കരുത്. നമ്മുടെ മക്കളെ ആ രൂപത്തിൽ നമ്മൾ ആക്കിയെടുക്കരുത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥിക്കാറുണ്ട്, എന്ത്? വലാ തജ്അലി ദുനിയ അക്ബറ ഹമ്മിന. റബ്ബേ, എനിക്ക് ഏറ്റവും വലിയ ഫസ്റ്റ് പ്രയോറിറ്റി ഉള്ള, ഞാൻ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്ന, ഏറ്റവും കൂടുതൽ ചിന്തിക്കുന്ന, എൻ്റെ ഏറ്റവും കൂടുതൽ സമയവും അധ്വാനവും മെനക്കെടുത്തുന്ന കാര്യമായി റബ്ബേ നീ ദുനിയാവിനാക്കരുതേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാറുണ്ട്. ദുനിയാവിന് പ്രാധാന്യം ഇല്ല എന്നല്ല, ദുനിയാവിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട്. പക്ഷേ നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി അതിനാകരുത്. ഏറ്റവും കൂടുതൽ നമ്മൾ സമയം മെനക്കെടുത്തേണ്ടത് അതിൻ്റെ വിഷയത്തിലാകരുത്. ഏറ്റവും കൂടുതൽ നമ്മൾ അധ്വാനിക്കേണ്ടത് അതിനു വേണ്ടി ആകരുത്. ദുനിയാവ് വേണം, അതിന് അതിൻ്റെതായിട്ടുള്ള വിലയുണ്ട്, പ്രാധാന്യമുണ്ട്. ഏതുപോലെ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നതായി സലഫുകൾ ഉദ്ധരിക്കാറുള്ളത് ഒരു ഉദാഹരണം അത് പറഞ്ഞ എളുപ്പത്തിൽ മനസ്സിലാവും. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറയുന്നത്, ദുനിയാവ് എന്നുള്ളത് ഏതുപോലെയാണെന്നറിയോ? ടോയ്ലറ്റ് പോലെ, കക്കൂസ് പോലെ. അത് ഒരു വീട്ടിൽ അത് അനിവാര്യമാണ്, വേണ്ട കാര്യം തന്നെ. നമുക്കൊരു വീട് അതില്ലാതെ നമുക്ക് സങ്കല്പിക്കാൻ കഴിയും? ഒരിക്കലും കഴിയില്ല. അത് വേണം, അനിവാര്യമായിട്ടുള്ള കാര്യം. പക്ഷേ നമുക്ക് ആ അത്യാവശ്യങ്ങൾ, നമ്മുടെ മലമൂത്ര വിസർജനവും മറ്റുള്ള കാര്യങ്ങളൊക്കെ പൂർത്തീകരിച്ച് കഴിഞ്ഞ് പിന്നെയും നമ്മൾ അതിൽ തന്നെ കഴിച്ചു കൂട്ടുക എന്നുള്ളത് നല്ല കാര്യമാണ്, പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ് അല്ല. ഇതേപോലെ തന്നെയാണ് ദുനിയാവ്. ഈ ദുനിയാവ് കൊണ്ട് നമ്മൾ ആഖിറത്തിലേക്ക് മുന്നേറുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ദുനിയാവിൽ സമ്പത്തും മറ്റു കാര്യങ്ങളൊക്കെ നിശ്ചയിച്ചിട്ടുള്ളത്. അല്ലാതെ ആ ദുനിയാവിൽ തന്നെ കഴിച്ചുകൂട്ടി അതിൻ്റെ പിറകെ കൂടാൻ വേണ്ടിയിട്ടല്ല. ദുനിയാവ് കൊണ്ട് ആഖിറത്തിലേക്ക് മുന്നേറാൻ, ആഖിറം കരസ്ഥമാക്കാൻ, അതിനു വേണ്ടിയിട്ടാണ് അള്ളാഹു ദുനിയാവ് നിശ്ചയിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്ക് എപ്പോഴും വേണം. ഒരിക്കലും നമ്മുടെ മക്കൾ എന്ത് ചെയ്യരുത്, എങ്ങനെയെങ്കിലും ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം, ഒരുപാട് സ്റ്റാറ്റസും വലിയ ശമ്പളവും
ആ ഒരു ലെവലിലേക്ക് എത്താൻ മക്കളെ നമ്മൾ ഒരുപാട് പ്രഷർ ചെയ്യരുത്. നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെ പ്രഷർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക എന്ന് പറഞ്ഞാൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളെ താക്കീത് ചെയ്തതുപോലെ ഒരു സമൂഹം ഖിയാമത്ത് നാളാകുമ്പോൾ വരും. ഖിയാമത്ത് നാളാകുമ്പോൾ ഒരു സമൂഹം വരും. അവരെന്ത് ചെയ്യില്ല, അവർക്ക് കിട്ടുന്ന സമ്പത്ത് ഹറാമിലൂടെയാണോ ഹലാലിലൂടെയാണോ എന്നുള്ളത് അവർ പരിഗണിക്കൂല. സമ്പത്ത് കിട്ടിയാൽ മതി, എങ്ങനെയെങ്കിലും സമ്പത്ത് കിട്ടിയാൽ മതി. അല്ലെ, ഇന്ന് സോഷ്യൽ മീഡിയയിൽ കണ്ടിട്ടില്ല ആളുകൾ, ഇൻഫ്ലുവൻസേഴ്സ് എന്ന് പറഞ്ഞിട്ട് പല ആളുകൾ പല കാര്യങ്ങൾ എന്തൊക്കെയോ വൃത്തികെട്ട കാര്യങ്ങൾ ചെയ്തിട്ട് അതിലൂടെ റീച്ച് ഉണ്ടാക്കിയിട്ട് അതിലൂടെ ആ റീച്ചിലൂടെ എന്ത് ചെയ്യുക, സമ്പാദിക്കുക, ലക്ഷങ്ങളും കോടികളും സമ്പാദിക്കുക. എന്തൊക്കെയോ ആണ് ചെയ്തു കൂട്ടുന്നത്. സ്വന്തം കടപ്പര രഹസ്യങ്ങൾ ഒളിവാക്കി അങ്ങനെ പൈസ സമ്പാദിക്കുന്ന ആളുകളുണ്ട്. മറ്റു പല വൃത്തികേടുകൾ സമൂഹ മധ്യേ ചെയ്തുകൊണ്ട് അത് അങ്ങനെ പൈസ സമ്പാദിക്കുന്ന ആളുകൾ. എങ്ങനെയെങ്കിലും സമ്പത്ത് ഉണ്ടാക്കണം. ഈ രൂപത്തിലേക്ക് നമ്മൾ ഒരിക്കലും ആകരുത്. സമ്പത്തിനോടുള്ള ആർത്തിയും ആ ഒരു ആഗ്രഹവും അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇതെന്തിന് ഇത്തരം ആവർത്തിച്ച് ഇത്ര വിശദീകരിച്ച് പറയുന്നതെന്ന് വെച്ചാൽ, മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ള കാര്യമാണെന്ന് സമ്പത്തിനോടുള്ള ആർത്തി. മനുഷ്യൻ്റെ ഫിത്രത്തിലുള്ളതാണ്. നമ്മൾക്ക് സകാത്ത് എന്നുള്ളത് അത് നിർബന്ധമാക്കപ്പെട്ടത് എന്തിനാണെന്നറിയോ? നിസ്കാരം കഴിഞ്ഞാൽ മൂന്നാമത്തെ റുക്കനാണെന്ത് ദീനുൽ ഇസ്ലാമിൽ? സകാത്ത്. സകാത്ത് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? എന്തർത്ഥം? ശുദ്ധീകരണം. സകാത്ത് എന്ന് വെച്ചാൽ നമ്മൾ തസ്കിയ ക്ലാസ്സുകൾ എന്നൊക്കെ പറയാറില്ലേ, അതേ അർത്ഥം തന്നെയാണ്. സകാത്ത് എന്ന് വെച്ചാൽ ശുദ്ധീകരണം. ഈ സകാത്ത് എന്ന റബ്ബ് നിശ്ചയിച്ചിട്ടുള്ള ഈ സമ്പത്തിൻ്റെ അളവ് നമ്മൾ കൊടുക്കുമ്പോൾ, ആ സമ്പത്ത് നമ്മൾ ദാനം ചെയ്യും, മറ്റൊരാൾക്ക് നൽകുമ്പോൾ മാത്രമേ നമ്മുടെ മനസ്സിലുള്ള ഈ സമ്പത്തിനോടുള്ള ഈ ആർത്തി, ആ ഒരു പിശുക്ക് എന്നുള്ള വൃത്തികേട് അത് ശുദ്ധീകരിക്കപ്പെടുക ഈ സകാത്ത് നൽകുമ്പോഴാണ്. ഈ സകാത്ത് നൽകുമ്പോഴാണ്. അതുകൊണ്ടാണ് സകാത്തിന് ശുദ്ധീകരണം എന്ന അർത്ഥത്തിലുള്ള പേര് നൽകപ്പെട്ടുള്ളത്. അതുകൊണ്ടുള്ള അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ശുദ്ധീകരണം നടത്തപ്പെട്ടിട്ടില്ലെങ്കിൽ മനുഷ്യൻ്റെ അവസ്ഥ, ഫിത്രത്ത് എന്നുള്ളത് ഈ സമ്പത്തിനോട് അങ്ങേറ്റം ആർത്തിയുള്ളവനാണ്. ഹദീസിൽ വിശേഷം പഠിപ്പിച്ചത് എന്താ? ലൗ കാന ലിബ്നി ആദമ വാദിയാനി മിൻ ദഹബിൻ. ആദമിൻ്റെ മകന്, മനുഷ്യന് സ്വർണം കൊണ്ടുള്ള 2 താഴ്വരകൾ അവന് ലഭിച്ചു എന്ന് വിചാരിക്കാം. സ്വർണം കൊണ്ട് ഒരു കിലോ 2 കിലോ സ്വർണ്ണമല്ല, സ്വർണം കൊണ്ട് 2 താഴ്വര, 2 വലിയൊരു സ്ഥലം തന്നെ മുഴുവൻ സ്വർണ്ണമാണ്. അത്രയും സമ്പത്ത് അവന് ലഭിച്ചെന്ന് വിചാരിക്കാം. അവനൊരിക്കലും എനിക്കത് മതി അൽഹംദുലില്ലാ എന്ന് പറയൂല. ലബ് തഗാ സാലിസഹുമ, അവൻ മൂന്നാമത് അതുപോലൊരു താഴ്വര ആഗ്രഹിക്കും. വലയ്യം ല അഫാഹു ഇല്ല തുറാബ്, മണ്ണല്ലാതെ അവൻ്റെ വായ നിറയ്ക്കൂല. മണ്ണല്ലാതെ അവൻ ഖബറിലേക്ക് വെക്കപ്പെട്ട് അവൻ്റെ മേലേക്ക് മണ്ണ് ഇടുമ്പോഴല്ലാതെ അവൻ്റെ ആർത്തി അടങ്ങൂല. അതുവരെയും അവൻ ഈ സമ്പത്തിൻ്റെ പുറകെയുള്ള ഓട്ടത്തിൽ തന്നെ ആയിരിക്കും. ഇതാണ് സാധാരണഗതിയിൽ മനുഷ്യൻ്റെ ഫിത്രത്ത്. ഈ ഒരു ഫിത്രത്തിനെ നമ്മൾ പരലോക ചിന്ത കൊണ്ട്, റബ്ബിൻ്റെ അടുക്കുള്ള പ്രതിഫലം ആഗ്രഹിച്ചുകൊണ്ട്, ശരിയായ ബുദ്ധി കൊണ്ട് നമ്മൾ കടിഞ്ഞാണിട്ടില്ലെങ്കിൽ നമ്മൾ കുടുങ്ങിപ്പോവും, വിട്ടുപോകും. വളരെ പേടിക്കണം സമ്പത്തിൻ്റെ വിഷയം. സമ്പത്തിൻ്റെ വിഷയം വളരെയധികം നമ്മൾ പേടിക്കണം. അപ്പം ഈ ഒരു രൂപത്തിൽ ഒരിക്കലും നമ്മുടെ യുവാക്കളെ നമ്മൾ വളർത്തിയെടുക്കരുത്. സമ്പത്തുണ്ടെങ്കിൽ എല്ലാമായി, സമ്പത്താണ് എല്ലാത്തിനേക്കാളും നമുക്ക് പ്രധാന സമ്പത്താണ് എന്നുള്ള ചിന്ത നമ്മൾ മക്കളിൽ ഒരിക്കലും ഉണ്ടാക്കിയെടുക്കരുത്. ആ രൂപത്തിൽ നമ്മൾ അവരോട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത്. മറിച്ച് നമ്മുടെ മക്കൾക്ക് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് പരലോകത്തിലുള്ള വിജയത്തെ, അതാണ് ഏറ്റവും വലിയ വിജയം എന്നുള്ള ബോധ്യമാണ് നമ്മൾ മക്കളിൽ വളർത്തിയെടുക്കേണ്ടത്. അതിനെ നമ്മൾ എന്ത് ചെയ്യണം? അങ്ങനെയുള്ള അതിനറിയിക്കുന്ന സംഭവങ്ങൾ, അത് ചരിത്ര സംഭവങ്ങൾ, അത് നബിമാരുടെ കാലത്തുള്ളതാണെങ്കിലും അല്ലെങ്കിൽ സ്വഹാബത്തിൻ്റെ കാലത്തുള്ളതാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കാലത്ത് തന്നെ ഉണ്ടാവും. നിങ്ങൾക്ക് തന്നെ പലരെയും പരിചയം ഉണ്ടാവും. ദീൻ സ്വീകരിക്കുന്നതിന് മുമ്പ്, തൗഹീദ് മനസ്സിലാക്കുന്നതിന് മുമ്പ്, ആദർശം തിരിച്ചറിയുന്നതിന് മുമ്പ്, ഹക്ക് എന്താണെന്ന് പഠിക്കുന്നതിന് മുമ്പ് എത്രയോ വലിയ വീടുകളിൽ വലിയ
സമ്പത്തും ആഡംബരങ്ങളും മുങ്ങി നിന്നിരുന്ന ഒരാൾ, അയാൾ ദീനിനു വേണ്ടി, ഹക്കിനു വേണ്ടി, തൗഹീദിനു വേണ്ടി അതൊക്കെ ഉപേക്ഷിച്ച് വന്ന എത്രയോ സംഭവങ്ങൾ ഇന്നും നമ്മുടെ കൺമുന്നിലുണ്ട്. നിങ്ങൾക്ക് തന്നെ പലരെ അറിയാം. അങ്ങനെയുള്ള ആളുകളെ നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം. സമ്പത്തല്ല, ആഖിറമാണ്, പരലോക സ്വർഗമാണ്, അവിടുത്തെ പദവികളാണ് ഏറ്റവും വലുത് എന്നുള്ള തിരിച്ചറിവ് നമ്മുടെ മക്കളിൽ ഉണ്ടാക്കി കൊടുക്കണം. സമ്പത്ത് എന്നുള്ളത് നമുക്ക് പരലോകം നേടാനുള്ള ഒരു കാര്യം മാത്രമാണെന്നുള്ള തിരിച്ചറിവ് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. അതിനുതകുന്ന സംഭവങ്ങൾ പറഞ്ഞു കൊടുക്കുക. ഏതുപോലെ? ഉദാഹരണത്തിന് സുഹൈബ് ഇബ്നു സിനാൻ റൂമി റളിയല്ലാഹു അൻഹു, അദ്ദേഹം റോമാക്കാരനാണ്. അദ്ദേഹത്തെ യുദ്ധത്തിൽ പിടിക്കപ്പെട്ട് ഒരു അടിമയായിട്ട് മക്കയിൽ കൊണ്ടുവരപ്പെട്ട ഒരാളാണ്. അവിടെ നിന്ന് അദ്ദേഹം മോചിപ്പിക്കപ്പെടുകയും അദ്ദേഹം കച്ചവടം ചെയ്ത് വലിയൊരു സമ്പന്നനായി തീരുകയും ചെയ്യാം. മക്കയിൽ തന്നെ അറിയപ്പെട്ട സമ്പന്നന്മാരിൽ ഒരാളായി ഇദ്ദേഹം മാറിത്തീരുക. ഇദ്ദേഹം ഇസ്ലാം സ്വീകരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചെന്ന ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് മദീനത്തേക്ക് ഹിജറ പോവാൻ. ഹിജറ പോകുമ്പോൾ ഇദ്ദേഹത്തിന്റെ പുറകെ മക്കയിലെ മുശ്രിക്കുകൾപ്പെട്ട ഒരു കൂട്ടം ആളുകൾ പുറകെ കൂടാം. ഇദ്ദേഹം ഒരു മലയുടെ മുകളിൽ എത്തിയിട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഈ സംഘം ഇദ്ദേഹത്തെ ലക്ഷ്യമാക്കി വരുന്നുണ്ടാവും. അപ്പൊ ഇദ്ദേഹത്തിന്റെ അമ്പും വില്ലൊക്കെ എടുത്തിട്ട് പറയും, നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ നന്നായി അമ്പ് ചെയ്യാൻ അറിയുന്ന ഞാനിത് അമ്പ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടി വരും? പുറകെ തിരിഞ്ഞു ഓടേണ്ടി വരും. നിങ്ങൾക്കൊരിക്കലും എന്നെ നേരിടാൻ സാധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ അവർ പറയുന്നത്, നീ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത് ദരിദ്രനായിട്ടാണ്. മക്കാര് പറയാം, നീ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നത് ദരിദ്രനായിട്ടാണ്. ഇപ്പൊ നീ വലിയ സമ്പന്നനായപ്പോ ഈ സമ്പത്തുമായി നീ മുഹമ്മദിന്റെ അടുക്കിലേക്ക് പോകുന്ന, ഞങ്ങളെ ഉപേക്ഷിച്ചു പോകുന്ന ഞങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. പറഞ്ഞു വന്നത്, സുഹൈബ് ഇബ്നു സിനാൻ റൂമി റളിയല്ലാഹു അൻഹുവിനോട് മക്കക്കാര് പറഞ്ഞത്, നീ ഞങ്ങളുടെ അടുക്കലേക്ക് വന്നത് പരമദരിദ്രനായിട്ടാണ്. ഇപ്പോൾ നീ ഞങ്ങളുടെ അടുക്കൽ നിന്ന് നിന്റെ ഈ സമ്പത്തുമൊക്കെയായി ഞങ്ങളെ ഉപേക്ഷിച്ച് പോകുന്ന ഞങ്ങൾക്കൊരിക്കലും അംഗീകരിക്കാൻ സാധിക്കില്ല. പറയുന്നതിലൊരു ന്യായമില്ല, എങ്കിലും അവർ പറയാം. അപ്പോൾ സുഹൈബ് ഇബ്നു സിനാൻ റൂമി റളിയല്ലാഹു അൻഹു അവരോട് ചോദിക്കുകയാണ്, അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ ചോദിക്കുകയാണ്, എൻ്റെ സമ്പത്ത് മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം? അദ്ദേഹം ചോദിക്കുകയാണ്. അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, എൻ്റെ സമ്പത്ത് മാത്രമാണോ നിങ്ങളുടെ പ്രശ്നം? അപ്പം അവർ പറഞ്ഞു, അതെ, നിന്റെ സമ്പത്ത് മാത്രമാണ് ഞങ്ങളുടെ പ്രശ്നം. ആ സമ്പത്ത് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് നൽകുകയാണെങ്കിൽ നിങ്ങൾ എന്നെ വിട്ടയക്കുമോ? അള്ളാഹുവിനെ മുൻനിർത്തി ഞാൻ നിങ്ങളോട് ചോദിക്കാം, എൻ്റെ സമ്പത്ത് മുഴുവൻ അതെവിടെയാണ് ഞാൻ സംഭരിച്ചു വെച്ചിട്ടുള്ളത്, ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ നിങ്ങൾ എൻ്റെ മദീനയിലേക്കുള്ള വഴി വെറുതെ വിട്ടേച്ചു തരുമോ എന്ന് അദ്ദേഹം ചോദിക്കണം. ആലോചിച്ചു, ആ ഒരു ആയുഷ്കാലം കൊണ്ട് സമ്പാദിച്ച മുഴുവൻ സമ്പത്താണ്. അവർ പറയണം, അതെ, ഞങ്ങൾക്കത് മാത്രമാണ് ആവശ്യം. അദ്ദേഹം പറഞ്ഞു, ഈ ഒരു സ്ഥലത്ത് ഇന്ന സ്ഥലത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, എൻ്റെ സമ്പത്ത് ഞാൻ വെച്ചിട്ടുണ്ട് എന്ന് കേട്ടതും അവർ തിരിഞ്ഞുപോയി. ഇദ്ദേഹം എന്ത് ചെയ്യണം? ആ സമ്പത്ത് മുഴുവൻ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദീനിൻ്റെ വിഷയത്തിൽ ചെലവഴിച്ചുകൊണ്ട് ഉപേക്ഷിച്ചുകൊണ്ട് മദീനയിലേക്ക് തിരിക്കാം. മദീനയിൽ ഇദ്ദേഹം പ്രവേശിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹത്തിൻ്റെ സംഭവം അള്ളാഹു വഹയിലൂടെ അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു അവതരിപ്പിച്ച ആയത്തെന്ന് പറയും ഇദ്ദേഹത്തിൻ്റെ വിഷയത്തിൽ, വമിനൻ നാസി മൻ യശ്രി നഫ്സഹു ബിത്തിഗാഅ മർളാത്തില്ല. ജനങ്ങളിൽ ചില ആളുകളുണ്ട്, അവര് അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വേണ്ടി സ്വന്തത്തിനെ പോലും വിറ്റ് കളയുന്ന ആളുകളാണ്. എന്തും വിൽക്കും, റബ്ബിൻ്റെ തൃപ്തി കിട്ടിയാൽ മതി. അവർക്ക് സമ്പത്തോ സമ്പാദ്യമോ ഒന്നും അവർക്കൊരു വിഷയമല്ല. ഒരു ആയുഷ്കാലം കൊണ്ട് മുഴുവൻ സമ്പാദിച്ചെടുത്ത ആ വലിയ ഭീമമായ സമ്പത്ത് മുഴുവൻ റബ്ബിന് വേണ്ടി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ദീനനുസരിച്ച് ജീവിക്കാൻ വേണ്ടി അവർ വിറ്റ് കളയാം. ഈ സമ്പത്താണ് എനിക്ക് ദീനനുസരിച്ച് ജീവിക്കാൻ തടസ്സമെങ്കിൽ ഈ സമ്പത്ത് എനിക്ക് വേണ്ട, അത് ഞാനിത് അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വേണ്ടെന്ന് വെക്കുകയാണ് എന്ന് ആണ് അദ്ദേഹം എടുത്ത നിലപാട്. ഈ ആയത്ത് ഓതിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തെ സ്വീകരിച്ച് എന്ത് പറഞ്ഞിട്ടെന്നറിയോ? റബിഹൽ ബൈഉ അബാ യഹ്യ, റബിഹൽ ബൈഉ അബാ യഹ്യ, അബൂ യഹ്യ, നിന്റെ കച്ചവടം ലാഭകരമായി.
അബൂ യഹ്യ നിന്റെ കച്ചവടം ലാഭകരമായി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുഹൈബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുക്കുക. എന്ന് വെച്ചാൽ ഇന്നത്തെ ദുനിയാവിന്റെ കൺസെപ്റ്റിൽ നോക്കുമ്പോൾ അത് വലിയ നഷ്ടക്കച്ചവടം. എത്രയോ വർഷം കൊണ്ട് സ്വരൂപിച്ചെടുത്ത ആ സമ്പത്ത് മുഴുവൻ ഒറ്റൊരു സമയം കൊണ്ട് നഷ്ടപ്പെടുക. പക്ഷേ ദീനിൽ അത് ലാഭമുള്ള കച്ചവടം. ഈ ഒരു മെന്റാലിറ്റിയിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ വളർത്തിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അല്ലേ? ആയിഷ റളിയല്ലാഹു അൻഹ പറയാറുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ വീട്ടിലേക്ക് ആരെങ്കിലും ഹദിയയായി ഒരു ആടോ മറ്റെന്തെങ്കിലും നൽകിക്കഴിഞ്ഞാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്യും? അത് അറുക്കുകയും അത് വീതം വെക്കാൻ, അത് മുറിച്ച് കഷ്ണങ്ങളാക്കി വീതം വെക്കാൻ എന്നെ ഏൽപ്പിക്കുകയും ചെയ്യാറുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാം. ആയിഷ റളിയല്ലാഹു അൻഹ ഒരിക്കൽ നബി സല്ലല്ലാഹു ഇതുപോലെ ഒരു ആടിനെ ഏൽപ്പിച്ചു കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? എന്തോ തിരക്കിന് എവിടേക്കോ പോയി തിരിച്ചു വന്നിട്ട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കണം, ആയിഷ എന്താണ് ബാക്കിയുള്ളത്? ആയിഷ, ഈ തന്ന ആടിൽ നീ എന്തൊക്കെ വീതം കൊടുത്തു, എന്തൊക്കെ നീ സ്വതക്കയായി നൽകി, എന്തൊക്കെ നിന്റെ കയ്യിൽ ബാക്കിയുണ്ട് എന്ന് ചോദിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ എന്താ പറഞ്ഞെന്നറിയോ? അള്ളാഹുവിൻ്റെ റസൂലെ, ഒരു കുളമ്പൊഴികെ ബാക്കിയെല്ലാം പോയി, കുളമ്പ് മാത്രമേ ബാക്കിയുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്തെന്നറിയോ? തിരിച്ചെന്താ പറഞ്ഞത്? അല്ല, കുളമ്പ് മാത്രമാണ് പോയത്, ബാക്കിയെല്ലാം നമുക്ക് കിട്ടി, ബാക്കിയെല്ലാം നമുക്ക് കിട്ടി. എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ പരലോകത്തിനെ ആഗ്രഹിച്ചുകൊണ്ട് റബ്ബിൻ്റെ തൃപ്തി ഉദ്ദേശിച്ചുകൊണ്ട് ഒരു കാരക്കയുടെ ചീള് നമ്മൾ അത് സ്വതക്ക ചെയ്യുകയാണെങ്കിൽ ആ കാരക്ക ചീള് നിമിഷം പഠിപ്പിച്ചു തരുന്നുണ്ട്. നിങ്ങളിൽ ഒരാൾ ഒരു കുതിരക്കുട്ടിയെ എങ്ങനെ വളർത്തുമോ അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യും? ഈ കാരക്ക ചീളിനെ വളർത്തി 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 റബ്ബിൻ്റെ അടുക്കലേക്ക് എത്തുമ്പോഴേക്കും ഈ കാരക്ക ചീള് വലിയൊരു മലയുടെ അത്രയും വലുതായിട്ടുണ്ടാവും. അത്രയും വലിയ പ്രതിഫലമാണ് ഒരു കാരക്ക ചീള് കൊണ്ട് കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് നിമിഷം പറഞ്ഞു, ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറ, നിങ്ങൾ നരകത്തെ സൂക്ഷിക്കണം ഒരു കാരക്ക ചൂട് കൊണ്ടെങ്കിലും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതാണ് കാരണത. അപ്പോൾ സമ്പത്ത് എന്നുള്ളത് നമ്മുടെ യുവാക്കളുടെ മനസ്സിൽ ഒരു വലിയൊരു കാര്യമായി തീരാൻ പാടില്ല. അതിൻ്റേതായിട്ടുള്ള പ്രാധാന്യം മാത്രമേ ഉള്ളൂ എന്ന തിരിച്ചറിവ് നമ്മൾ ആ മക്കളിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ യുവാക്കൾ വഴിതെറ്റിപ്പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട മേഖലയാണെന്ത്? കാരണമാണ് മോശപ്പെട്ട റോൾ മോഡലുകൾ. സിനിമാ താരങ്ങൾ, സ്പോർട്സ് താരങ്ങൾ, അല്ലേ? ഈ മലപ്പുറം ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഫുട്ബോൾ താരങ്ങൾ എല്ലാ മിക്ക ചെറുപ്പക്കാരുടെയും റോൾ മോഡലുകൾ. മെസ്സി, നെയ്മർ, അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരുത്തരുടെ ജേഴ്സിയും ഇട്ടിട്ടാണ് എന്ത് ചെയ്യുക? അവർ പുറത്തേക്ക് ഇറങ്ങുക. എന്നിട്ട് അവൻ താടി വടിച്ചാൽ ഇവനും താടി വടിക്കും, അവൻ താടി വെച്ചാൽ ഇവനും താടി വയ്ക്കും, അവൻ മുടി ഇങ്ങനെ വെട്ടിയാൽ ഇവനും മുടി ഇങ്ങനെ വെട്ടും, അവൻ മുട്ടയടിച്ചാൽ ഇവനും മുട്ടയടിക്കും. ഇവൻ്റെ ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളും അവൻ്റെ ഇതുപോലെ. ഈ രൂപത്തിലേക്ക് ആളുകൾ മാറുന്നത് എന്തുകൊണ്ടാണെന്നറിയോ? എന്തുകൊണ്ടാണ് ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് മുസ്ലിം യുവാക്കൾ ഇത്തരത്തിൽ ഒരു വിലയുമില്ലാത്ത, ഒന്നിനും കൊള്ളാത്ത, സാംസ്കാരികമായിട്ടോ ഒരു നിലയ്ക്കും ഒരു ക്വാളിറ്റിയും ഇല്ലാത്ത ആളുകളെ അവരുടെ പിന്നാലെ പോകുന്നത് എന്തുകൊണ്ടാണ്? നമ്മൾ അവർക്ക് മുന്നിൽ നല്ല റോൾ മോഡലുകളെ പ്രായോഗികമായി പ്രാക്ടിക്കലായി കാണിച്ചു കൊടുക്കാത്തതുകൊണ്ട്. മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അറിയേണ്ട പോലെ അറിഞ്ഞൊരാൾ ഒരിക്കലും വേറൊരു റോൾ മോഡലിനെയും അനുകരിക്കൂല. അത്രയും മികച്ച വ്യക്തിത്വമായിരുന്നു അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് മേഖലയിൽ അത് പഠിക്കേണ്ട പോലെ പഠിക്കാത്തത് കൊണ്ടാണ് ഈ ആളുകൾ, ഈ കണ്ട ആളുകളുടെയൊക്കെ പുറകെ പോകുന്നത്. ഒരു വിലയുമില്ലാത്ത, ഒരു ദുനിയാവിലും ആഖിറത്തിലും റബ്ബിൻ്റെ അടുക്കൽ യാതൊരു സ്ഥാനവും ഇല്ലാതെ ഇത്തരം ആളുകളുടെ പുറകെ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മനസ്സിലാക്കാത്തത് കൊണ്ടാണ്. അമ്പിയാക്കന്മാരുടെ ചരിത്രം പഠിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. സ്വഹാബത്തിന് ജീവിത രീതി മനസ്സിലാക്കിയിട്ടില്ലാത്തതുകൊണ്ടാണ്. അതിന് ഏറ്റവും നല്ല തെളിവാണെന്ത്? ഖുർആൻ എന്നുള്ളത്. ഖുർആൻ നിങ്ങൾ ഒരു ആവർത്തിയെങ്കിലും അർത്ഥം അറിഞ്ഞ് ആദ്യം മുതൽ അവസാനം വായിച്ചിട്ടുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്ന വലിയൊരു വസ്തുത, ഖുർആനിൽ ഹറാം ഹലാലുകളെക്കാളും
വിധിവിലക്കുകളെക്കാളും കൂടുതലുള്ളത് എന്താ? ചരിത്രങ്ങളാണ്. ഖുർആനിൽ ഹറാമ് ഹലാലുകളെക്കാളും വിധിവിലക്കുകളെക്കാളും കൂടുതൽ പരാമർശിക്കപ്പെട്ടിട്ടുള്ളത് ചരിത്രങ്ങളാണ്, കഴിഞ്ഞുപോയ ചരിത്രങ്ങൾ. എന്തുകൊണ്ടാണ് ഈ ചരിത്രങ്ങൾക്ക് ഇത്രയധികം പ്രാധാന്യം ഖുർആനിൽ? അത് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ സൂറത്തുൽ ഫാത്തിഹയിലേക്ക് ഒന്ന് വരാം. സൂറത്തുൽ ഫാത്തിഹയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഹ്ദിന സിറാത്തൽ മുസ്തഖീം, ശരിയായ നേരായ വഴിയെപ്പറ്റി പറഞ്ഞിട്ട് അള്ളാഹു അതിനെങ്ങനെ വിശദീകരിക്കുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെയാണ്? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, അള്ളാഹുവെ നീ അനുഗ്രഹിച്ചവരുടെ മാർഗം. എന്ന് വെച്ചാൽ നമ്മൾക്ക് ഏതൊരു കാര്യം അതിൻ്റെ തിയറി പഠിക്കുക മാത്രം ഒരു മനുഷ്യൻ എന്താവുകയില്ല, അതിന് ശരിയായ രൂപത്തിൽ അപ്ലൈ ചെയ്യാൻ മതിയാവുകയില്ല. മറിച്ച് അതിൻ്റെ പ്രാക്ടിക്കലായ രൂപം കൂടി അവന് വേണ്ടതുണ്ട്. ഒരു പ്രാക്ടിക്കലായ രൂപം, നമ്മുടെ മുന്നിൽ ഒരു ശരിയായൊരു മാതൃക, അത് വേണ്ടതുണ്ട്. അങ്ങനെയുള്ള മാതൃകകളാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്യുന്നത്? ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ആ മാതൃകകളെ അള്ളാഹു ഖുർആനിൽ പറഞ്ഞ ഉലൈകല്ലദീന ഹദാഹുമുല്ലാഹ് ഫബിഹുദാഹു മുഖ്തദി. നബിമാരെ പറ്റി അള്ളാഹ് പറഞ്ഞിട്ട് പറയാണ്, ആ ആളുകൾ അവർക്ക് അള്ളാഹു ഹിദായത്ത് നൽകി. എന്തിനു വേണ്ടി? ഫബിഹുദാഹു മുഖ്തദി, അവരുടെ ഹിദായത്തിൽ നിങ്ങൾ അവരെ പിൻപറ്റാൻ, അവരെ അനുകരിക്കാൻ, അവരെ റോൾ മോഡലാക്കാൻ, അവരെ ഫോളോ ചെയ്യാൻ. അവരാണ് നമ്മുടെ ഇൻഫ്ലുവൻസേഴ്സ് ആവേണ്ടത്, അവരാണ് നമ്മളെ സ്വാധീനിക്കേണ്ടത്. അവരുടെ ജീവിത രീതികളും മറ്റുമൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ ജീവിതത്തിൽ പ്രകടമാകേണ്ടത്. എത്രയോ സംഭവങ്ങളുണ്ട്. അത് പറയാൻ നിന്ന് സ്വഹാബത്തിന്റെ ജീവിതത്തിലൊക്കെ നമ്മൾ ഓരോ സംഭവങ്ങൾ പറയാൻ നിന്ന് കഴിഞ്ഞാൽ അതൊരിക്കലും എന്ത് ചെയ്യില്ല, അവസാനിക്കുകയില്ല. നിങ്ങൾക്ക് അറിയുന്നതും അറിയാത്തതുമായ ധാരാളക്കണക്കിന് സംഭവങ്ങൾ അല്ല കേട്ടിട്ടുണ്ടാവും. അബൂബക്കർ റളിയല്ലാഹു അൻഹു, അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദീന് അത് ആദ്യമായി കഅബയുടെ മുറ്റത്ത് വെച്ച് പരസ്യമായി സംസാരിക്കാൻ ധൈര്യം കാണിക്കുന്നത് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അങ്ങനെ പരസ്യമായി അദ്ദേഹം തൗഹീദിനെ സംബന്ധിച്ച് സംസാരിക്കൽ, ഇന്നത്തെ പബ്ലിക് പ്രഭാഷണം, പൊതുപ്രഭാഷണം എന്നൊക്കെ പറയുന്ന പോലെ പബ്ലിക്കായിട്ട് അദ്ദേഹം സംസാരിക്കാൻ മുശ്രിക്കുകളുടെ നടുവിൽ വെച്ച്, അവരുടെ കേന്ദ്രത്തിൽ വെച്ച് എന്ത് ചെയ്യണം, കഅബയുടെ മുറ്റത്ത് വെച്ച് അബൂബക്കർ റളിയല്ലാഹു അൻഹു സംസാരിച്ചു തുടങ്ങിയതും പല ഭാഗത്തുനിന്ന് അടിവരും. ഒരുപാട് ആളുകൾ ചേർന്ന് അദ്ദേഹത്തെ പൊതിരത്തല്ല, തല്ലി അവസാനം എന്ത് ചെയ്യാണ്, അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ മൂക്കേതാണ് നെറ്റി ഏതാണ് തിരിച്ചറിയാൻ പറ്റാത്ത രൂപത്തിലുള്ള അടിച്ച് പരത്തുക എന്ന് പറയാറ്. ശരിക്കും അതേപോലെ അദ്ദേഹം എന്ത് ചെയ്യണം, അത്രയും ശക്തമായി മർദ്ദിക്കപ്പെടുക. അദ്ദേഹത്തിൻ്റെ കുടുംബക്കാർ വിചാരിച്ച് അദ്ദേഹം മരിച്ചു. അനക്കമില്ല, ഒരു ചലനവുമില്ല. അങ്ങനെ അദ്ദേഹം 1-2 ദിവസങ്ങൾ ബോധരഹിതനായി കിടന്ന് രണ്ടാമത്തെ ദിവസം വൈകുന്നേരമായപ്പോൾ അദ്ദേഹത്തിന് ബോധം തെളിഞ്ഞപ്പോൾ അദ്ദേഹം ആദ്യം ചോദിക്കുന്നത് മാദാ ഫഅല മുഹമ്മദ്, മുഹമ്മദിന് എന്താ പറ്റിയത്? ആദ്യം ബോധം വരുമ്പോൾ അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം മുഹമ്മദിന് എന്താ പറ്റിയത്? സുമൈറ എന്ന് പറയുന്നൊരു സ്ത്രീ റളിയല്ലാഹു അൻഹ, അവരുടെ മകൻ, ഭർത്താവ്, സഹോദരൻ, ഇവർ 3 പേരും ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ്. 3 പേരും ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെടുകയാണ്. ഈ 3 പേരുടെയും മരണവാർത്ത അറിയിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബിയെ പറഞ്ഞയക്കാം. ഈ സ്വഹാബി ഈ സ്ത്രീയുടെ അടുക്കൽ വന്നിട്ട് നിങ്ങളുടെ ഭർത്താവ്, മകൻ, സഹോദരൻ ഇവർ 3 പേരും കൊല്ലപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ സ്ത്രീ ആദ്യം ചോദിക്കുന്നത് മാദാ ഫഅല മുഹമ്മദ്, മുഹമ്മദിന് എന്തെങ്കിലും പറ്റുമോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് ചോദിക്കും. എന്ന് വെച്ചാൽ നമ്മളൊക്കെ വിചാരിക്കുന്നതിനേക്കാൾ ചിന്തിക്കുന്നതിനേക്കാൾ എത്രയോ വലിയ ഉയരങ്ങളിലുള്ള ആളുകളാണ് അവരൊക്കെ. നമ്മളൊക്കെ പലപ്പോഴും നാവ് കൊണ്ട് പറയാറുണ്ട്, എനിക്കെൻ്റെ എല്ലാത്തിനേക്കാളും വലുത് അള്ളാഹുവിൻ്റെ റസൂലാണ്, ഞാൻ എൻ്റെ മാതാപിതാക്കളെക്കാളും നാട്ടുകാരേക്കാളൊക്കെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മൾ പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ജീവിതത്തിലെടുത്ത് നോക്കിയാൽ നമുക്കത് ശരിയാണോ ആ പറയുന്നത്, എത്രത്തോളം സത്യസന്ധമാണ് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും.
പക്ഷെ അതൊക്കെ ശരിക്കും ജീവിതത്തിൽ ജീവിച്ച് കാണിച്ച ആളുകളാണ് സ്വഹാബത്തൊക്കെ. അങ്ങനെയുള്ള എത്രയോ സംഭവങ്ങളുണ്ട്. ഇത്തരം സംഭവങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കുന്നതിനേക്കാളും വലിയ മാറ്റം മറ്റൊരു കാര്യം ഉണ്ടാക്കൂല. ഉദാഹരണത്തിന് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാൻ വേണ്ടി പറയുകയാണെങ്കിൽ, നമ്മൾ ഹജ്ജ് ചെയ്യുമ്പോൾ ഹജ്ജ് ചെയ്തിട്ടുള്ള ആളുകളുണ്ടാവും, അല്ലെങ്കിൽ ഉംറയാണെങ്കിൽ കൂടെ അതിലെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഇബാദത്താണ് എന്ത് സഅയ് എന്ന് പറയുന്നത്. സഅയ് എന്ന് പറയുന്നത് സഫ മറുവ, രണ്ട് മലകൾക്കിടയിലുള്ള ഓട്ടം. നമ്മൾ ശ്രദ്ധിക്കണം, ഓരോ വർഷവും എത്ര ആളുകൾ ഈ സഅയ് ചെയ്യുന്നുണ്ടാവും. ഖിയാമത്ത് നാൾ വരേക്കും എത്ര ആളുകൾ ഈ സഅയ് ചെയ്യും. നമ്മൾ ആലോചിക്കണം, ഈ സഅയ് എന്നുള്ളത് എന്തിൻ്റെ അടിസ്ഥാനത്തിൽ നിശ്ചയിക്കപ്പെട്ടതാണെന്ന് അറിയോ? അതിൻ്റെ പിന്നിലുള്ള കാരണം എന്താണെന്നറിയോ? ആദ്യമായി ഓട്ടം ഓടിയത് ആരാന്നറിയോ? ഒരു പെണ്ണാണ്, ഒരു സ്ത്രീയാണ്. അതിനൊരു പശ്ചാത്തലമുണ്ട്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം, ഖിയാമത്ത് നാൾ വരേക്കുമുള്ള എല്ലാ മുസ്ലിമീങ്ങൾക്കും ഓരോ വർഷവും ലക്ഷക്കണക്കിന് അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ ചെയ്യുന്ന ഇബാദത്തായി ഈ ഒരു പെണ്ണിൻ്റെ പ്രവർത്തനം അള്ളാഹു നിശ്ചയിക്കുന്നത് ആ ഒരു കാര്യം നമ്മൾ ചിന്തിച്ച് അതുപോലെ നമ്മളിൽ മാറ്റം വരുത്താൻ വേണ്ടിയിട്ട്. എന്താണ് പ്രവർത്തനം? അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്രാഹിം അലൈഹിസ്സലാമോട് കൽപ്പിക്കുകയാണ്. ഇബ്രാഹിം നബി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് കാലം കാത്തിരുന്ന് കിട്ടിയൊരു കുട്ടി, പ്രായമായിട്ടാണ് ഒരു മകൻ ജനിക്കുന്നത്. ആ കുട്ടി ജനിച്ച ഉടനെ അള്ളാഹു കൽപ്പിക്കുകയാണ്, ഈ കുട്ടിയെയും ഉമ്മയെ എന്ത് ചെയ്യണം, ആൾപ്പാർപ്പില്ലാത്ത, ചെടികൾ മുളയ്ക്കാത്ത, വരണ്ട ഒരു പ്രദേശം, അന്നത്തെ മക്ക എന്നങ്ങനെയാണ്, അവിടെ കൊണ്ടുചെന്ന് ആക്കാൻ അള്ളാഹു കൽപ്പിക്കുക. ഇബ്രാഹിം നബി അള്ളാഹ് കൽപ്പിച്ചതുപോലെ പ്രസവിച്ച ആ ചോരക്കുഞ്ഞെ ഉമ്മയെ എന്ത് ചെയ്യണം, കൂട്ടി ആ സ്ഥലത്തേക്ക് എത്തിച്ചിട്ട് തിരിച്ച് മടങ്ങിപ്പോകുന്ന സന്ദർഭത്തിൽ പുറകിൽ നിന്ന് ഈ സ്ത്രീ പലതും ചോദിക്കുന്നുണ്ട്. താങ്കൾ എന്താണ് ഞങ്ങളിവിടെ ആക്കിയിട്ട് പോകുന്നത്, ഞങ്ങളിവിടെ സംരക്ഷിക്കാൻ ആരാണുള്ളത് എന്നൊക്കെ പല ചോദ്യങ്ങൾ ചോദിക്കുന്നു. അപ്പോഴൊന്നും ഇബ്രാഹിം അലൈഹിസ്സലാം ഒന്നും തിരിച്ചു പറയുന്നില്ല. അവസാനം ആ സ്ത്രീ ചോദിക്കുന്നുണ്ട്, അല്ലാഹു അമറക ബിഹാദ, നിങ്ങളോട് ഇങ്ങനെ ചെയ്യാൻ കൽപ്പിച്ചത് അള്ളാഹു ആണോ? അപ്പൊ ആ സ്ത്രീ പറയണം, ഇബ്രാഹിം അലൈഹിസ്സലാം പറയാം, അതെ അള്ളാഹു കൽപ്പിച്ചതാണ്. അപ്പൊ ആ സ്ത്രീ പറയുന്നത് എന്താണെന്നറിയോ? എങ്കിൽ നിങ്ങൾ പോയിക്കോളൂ, ഇവൻ ലാ യുദയ്യിഉന അല്ലാഹ്, എങ്കിൽ എന്ത് ചെയ്യില്ല, അള്ളാഹു കൽപ്പിച്ചിട്ടാണ് നിങ്ങളിത് ചെയ്യുന്നതെങ്കിൽ അള്ളാഹു ഞങ്ങളെ പാഴാക്കി കളയുകയില്ല, വെറുതെ നശിപ്പിച്ച് കളയുകയില്ല, വെറുതെ ഒരു കാര്യം റബ്ബ് ഞങ്ങളോട് കൽപ്പിക്കുകയില്ല എന്നാണ് ആ സ്ത്രീ പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇതുപോലെയൊക്കെ ആകാൻ നമുക്ക് സാധിക്കണം. അള്ളാഹു കൽപ്പിച്ച ഏത് കൽപ്പനകളും ഈ രൂപത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ സാധിക്കണം. അതൊന്നും ഏതെങ്കിലും നബിമാർക്കോ റസൂലുമാർക്കോ മാത്രം പറ്റുന്ന കാര്യമല്ല എന്ന് തെളിയിക്കുന്ന തെളിവുകളാണ് ഇത്തരം സംഭവങ്ങൾ. അല്ലേ? നമുക്ക് 2 പെരുന്നാളുകളുണ്ട്. ഈ 2 പെരുന്നാളുകൾ, ഒരു പെരുന്നാൾ ഈദുൽ അദ്ഹ, ബലി പെരുന്നാൾ, അതെന്തിൻ്റെ സൂചകമായിട്ട്? ആരുടെയെങ്കിലും ജനനവുമായി ബന്ധപ്പെട്ടിട്ടാണോ? ആണോ? അല്ല. ആരുടെയെങ്കിലും മരണവുമായി ബന്ധപ്പെട്ടിട്ടാണോ? അല്ല. ആ ഒരു പെരുന്നാൾ എന്തിൻ്റെ ഓർമ്മ പുതുക്കലാണ്? എന്തിനെ പറ്റിയുള്ള സ്മരണകളാണ് ആ പെരുന്നാളിലുള്ളത്? ഇബ്രാഹിം അലൈഹിസ്സലാമിന് അള്ളാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ച കൽപ്പന, ആ കൽപ്പനയെ അദ്ദേഹം നേരിട്ടത് ഏത് രൂപത്തിലാണെന്നുള്ള ഓർമ്മപ്പെടുത്തലാണ്. അതുപോലെയായിരിക്കണം ഒരു മുസ്ലിം. ശ്രദ്ധിക്കണം, മുസ്ലിം എന്ന് പറയുന്ന വാക്ക് പലരും മനസ്സിലാക്കിയിട്ടുള്ളത് തന്നെ പലതരത്തിലാണ്. ഇസ്ലാം എന്ന് വെച്ചാൽ പലരും അതിന് വ്യാഖ്യാനിക്കാറ് ശാന്തിയാണ്, സമാധാനമാണ്, അതാണ് ഇതാണെന്നൊക്കെ വ്യാഖ്യാനിക്കാറുണ്ട്. എന്താണ് ഇസ്ലാം? ഈ ഒരു ചരിത്രം നമ്മൾ നോക്കിയാൽ ഇബ്രാഹിം നബിയുടെ ബലി പെരുന്നാൾ നമുക്ക് എന്തൊരു സംഭവം കണ്ടാണോ നിശ്ചയിച്ചു തന്നിട്ടുള്ള ആ സംഭവം നമ്മൾ എടുത്തു നോക്കി. ആ സംഭവത്തെ പറ്റി അള്ളാഹു ഖുർആനിൽ പറയുന്ന വാക്കെന്താ? പരിശോധിച്ചിട്ടുണ്ടോ? ഫലമ്മാ അസ്ലമ, ഇബ്രാഹിം നബി കത്തിക്ക് മൂർച്ച കൂട്ടി. ഇസ്മായിൽ അലൈഹിസ്സലാം മരിക്കാൻ തയ്യാറെടുത്തുകൊണ്ട് കിടക്കുന്ന ആ രംഗം, ഇദ്ദേഹം ബലി നൽകാനും
ഇസ്മായിൽ അലൈഹി ഇസ്ലാം ബലിയാകാനും തയ്യാറെടുത്തതിനെ, അതിനൊരുങ്ങിയതിനെ, അതിനെ സ്വീകരിച്ചതിന് അള്ളാഹ് പറയുന്നു ഫലമ്മാ അസ്ലമ, അവരതിന് കീഴൊതുങ്ങിയപ്പോൾ. ഇസ്ലാം എന്ന് വെച്ചാൽ റബ്ബിന്റെ വിധികൾക്ക് കീഴൊതുങ്ങല. നമുക്ക് ഇഷ്ടമില്ലെങ്കിലും ഉണ്ടെങ്കിലും നാട്ടുകാർ തൃപ്തിപ്പെട്ടാൽ ഇല്ലെങ്കിലൊക്കെ അള്ളാഹ് കൽപ്പിച്ചാൽ അതിന് കീഴൊതുങ്ങിക്കൊള്ളാം. അതാണ് മുസ്ലിം. അപ്പോഴാണ് മുസ്ലിം ആവും. ഇങ്ങനെ ഒരുപാട് മാതൃകകൾ, ഉത്തമമായ മാതൃകകൾ നമ്മുടെ മുന്നിൽ ചരിത്രങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. അത്തരം ചരിത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ യുവാക്കൾക്കിടയിൽ പ്രചരിപ്പിക്കണം. ഈ ചരിത്രങ്ങൾക്ക് വലിയ സ്വാധീനമുണ്ട്. അബൂ ഹനീഫ റഹിമഹുല്ലാഹ് പറയാറുണ്ട്, ഇത്തരം ചരിത്രങ്ങളെപ്പറ്റി അദ്ദേഹം പറയാറുള്ളത് ജുന്ദും മിൻ ജുനൂദില്ല, അള്ളാഹുവിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ടൊരു സൈന്യമാണെന്ത് ഇത്തരം ചരിത്രങ്ങൾ. അള്ളാഹുവിൻ്റെ സൈന്യങ്ങളിൽപ്പെട്ടൊരു സൈന്യമാണെന്ത് ഇത്തരം വെച്ചാൽ ആളുകൾക്കിടയിൽ വലിയ യുദ്ധങ്ങളും മറ്റും കൊണ്ടുണ്ടാകുന്ന മാറ്റങ്ങൾ പോലെ ഇത്തരം ചരിത്രങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവും. ഇത്തരം ചരിത്രങ്ങൾ കൊണ്ട് മാറ്റങ്ങൾ ഉണ്ടാവും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? ഇത്തരം ചരിത്രങ്ങൾ ആളുകൾക്കിടയിൽ പറഞ്ഞു കൊടുക്കാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനമായി വളരെ പ്രധാനപ്പെട്ട 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാൻ സമയമായിട്ടുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്, നമ്മളിപ്പോഴും മനസ്സിലാക്കേണ്ടത്, യുവാക്കളോട് പ്രത്യേകിച്ച് പറയാനുള്ളത്, പല ആളുകളും അവരുടെ ജീവിതത്തിൽ പല തെറ്റുകൾ, നമുക്കറിയാം യുവാക്കളെന്ന് പറയുമ്പോൾ, യൗവനം എന്ന് പറയുമ്പോൾ പല തിന്മകളിലേക്കും ചെന്ന് പെടാനുള്ള ടെൻഡൻസി വളരെ കൂടുതലായിരിക്കും. മറ്റുള്ള ആളുകൾ തെറ്റുകളിലേക്ക് ചെന്ന് വീഴുന്നതിനേക്കാൾ പെട്ടെന്ന് എന്ത് ചെയ്യും? യുവാക്കൾ തെറ്റുകൾ ചെന്ന് വീഴും. നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, തെറ്റുകളിൽ ചെന്ന് വീഴുക, തെറ്റ് പറ്റിപ്പോവുക എന്നുള്ളത് കൊണ്ട് ഒരാളും മോശക്കാരനാകുന്നില്ല, റബ്ബിൻ്റെ അടുക്കൽ വെറുക്കപ്പെട്ടവനാകുന്നത്. നമ്മൾ എപ്പോഴും മനസ്സിലാക്കിയിരിക്കുന്ന ഒരു കാര്യം. അതിന് ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മുടെ ഉപ്പയായ ആദം അലൈഹിസ്സലാമയുടെയും ഇബ്ലീസിൻ്റെയും ചരിത്രം. ആ ചരിത്രം നിങ്ങൾ കേട്ടിട്ടുള്ള, പഠിച്ചിട്ടുള്ളതാണ്. പക്ഷെ നമ്മൾ ചിന്തിച്ചു നോക്കിയേ, രണ്ടുപേരും അള്ളാഹുവിനെ ധിക്കരിക്കുന്ന ആളുകൾ. നമ്മൾ ശരിക്കും ശ്രദ്ധിക്കണം. ആദം അലൈഹിസ്സലാമും അള്ളാഹുവിനെ ധിക്കരിക്കുന്നുണ്ട്, ഇബ്ലീസും റബ്ബിനെ ധിക്കരിക്കുന്നുണ്ട്. ആദം അലൈഹിസ്സലാം അള്ളാഹു എന്ത് ചെയ്തു? പഴം കഴിക്കരുതെന്ന് പറഞ്ഞു, കഴിച്ചു, അള്ളാഹുവിനെ ധിക്കരിച്ചു. ഇബ്ലീസിനോട് സുജൂദ് ചെയ്യാൻ പറഞ്ഞു, സുജൂദ് ചെയ്തില്ല, അള്ളാഹുവിനെ ധിക്കരിച്ചു. പക്ഷേ രണ്ടുപേരും തെറ്റ് ചെയ്തു. രണ്ടുപേരും പര്യവസാനം എന്താ? രണ്ടുപേരും ഒരേ പര്യവസാനത്തിലേക്ക് എത്തിയ ആളുകളാണ്. ഒരാൾ അള്ളാഹു തെരഞ്ഞെടുത്ത ഏറ്റവും ഉത്തമരായ സൃഷ്ടികളിൽപ്പെട്ട നബിമാരിൽ ഒരാളായി അള്ളാഹു എന്ത് ചെയ്തു? അദ്ദേഹത്തിന് വഹി നൽകി തിരഞ്ഞെടുത്തു. അള്ളാഹു അദ്ദേഹത്തെ തൃപ്തിപ്പെട്ടു. എന്നാൽ മറ്റേവനോ അള്ളാഹുവിൻ്റെ അടുക്കൽ വെറുക്കപ്പെട്ടവനും ശപിക്കപ്പെട്ടവനും അള്ളാഹുവിൻ്റെ റഹ്മത്തിൽ നിന്ന് ആട്ടി അകറ്റപ്പെട്ടവനുമായി അവൻ ഖിയാമത്ത് നാൾ വരേക്കും നിശ്ചയിക്കപ്പെട്ടു. എന്താ കാരണം? എന്താ വ്യത്യാസം? എന്താ? ഒന്ന് മനുഷ്യനൊന്ന് ജിന്നു ആയതുകൊണ്ടാണ്. ആദം അലൈഹിസ്സലാം തെറ്റുപറ്റിയപ്പോൾ ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്തു. ഇബ്ലീസ് തെറ്റുപറ്റിയപ്പോൾ ആ തെറ്റിൽ നിന്ന് തൗബ ചെയ്തില്ല. ഇതാണ് വ്യത്യാസം. എന്ന് വെച്ചാൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ തെറ്റുകൾ ചെയ്യാത്തവരല്ല സ്വർഗത്തിലുള്ളത്. സ്വർഗം എന്ന് പറഞ്ഞാൽ അതിൽ മുഴുവനും തെറ്റുപറ്റി തൗബ ചെയ്ത ആളുകളാണ്. തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ നമ്മൾ തൗബ ചെയ്യുന്നവരാണെങ്കിൽ അതാണ് മുത്തഖി. പലരും വിചാരിച്ചു മുത്തഖീങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു തെറ്റും പറ്റാതെ ഒരു തെറ്റും ചെയ്യാത്ത ആളുകളാണ് മുത്തഖീങ്ങൾ. അല്ല, മുത്തഖികൾ എന്ന് പറഞ്ഞാൽ തെറ്റുകൾ പറ്റാതിരിക്കാൻ പരമാവധി ശ്രദ്ധിക്കും. അതിൻ്റെ വഴികൾ ജീവിതത്തിൽ കടന്നു വരുന്നത് പരമാവധി അടച്ചു വയ്ക്കും. എന്നിട്ട് തെറ്റുകൾ പറ്റിപ്പോയാൽ ഉടനെ തന്നെ തൗബ ചെയ്യും. അതാണ് മുത്തഖികൾ. അങ്ങനെ അല്ലാത്ത മുത്തഖികൾ ഈ ദുനിയാവിൽ മനുഷ്യന്മാർക്കിടയിലില്ല. നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചെന്താ? കുല്ലു ബനി ആദമ ഖത്താ, ആദമിൻ്റെ എല്ലാ മക്കളും അങ്ങേറ്റം തെറ്റ് ചെയ്യുന്നവരാണ്. അങ്ങേറ്റം തെറ്റ് ചെയ്യുന്നവരാണ്. എല്ലാവരും തെറ്റ് പറ്റും, ഒരാൾ ഒഴിവല്ല. ഞാനും നിങ്ങളും എല്ലാവരും. അത് പല തെറ്റുകളും ദിവസേന എന്നോണം ആവർത്തിച്ച് പറ്റും തെറ്റുകളുണ്ട്. ചിലത് നമ്മൾ എത്ര കണ്ട് നമ്മൾ അതിൽ നിന്ന് പിന്മാറാൻ ശ്രമിച്ചാലും പിന്നെ അതിലേക്ക് വീണു പോകുന്ന തെറ്റുകളുണ്ട്. എങ്ങനെയുള്ള തെറ്റാണെങ്കിലും, എത്ര വൃത്തികെട്ട തെറ്റാണെങ്കിലും, തെറ്റ് പറ്റുമ്പോഴൊക്കെ നമ്മൾ തൗബ ചെയ്യുകയാണെങ്കിൽ റബ്ബ് അത് പുറത്തു തരും. നമുക്കതിലൊരു സംശയം വേണ്ട. എപ്പോഴും നമ്മൾ മനസ്സിൽ കൊണ്ടു നടക്കേണ്ട ഒരു ഹദീസ് ഉണ്ട്. അള്ളാഹുവും ഇബ്ലീസും തമ്മിലൊരു സംഭാഷണം. അള്ളാഹുവും
ഇബ്ലീസും തമ്മിലുള്ള സംഭാഷണം. ഇബ്ലീസ് അള്ളാഹുവോട് പറയാണ്, റബ്ബേ, നിന്റെ പ്രതാപം തന്നെയാണ് സത്യം, നിന്റെ മഹത്വം തന്നെയാണ് സത്യം, നിന്റെ അടിമകളെ ഞാൻ പല രൂപത്തിൽ പല രീതിയിൽ തെറ്റുകളിൽ വീഴ്ത്തിക്കൊണ്ടേയിരിക്കും. അപ്പൊ അള്ളാഹ് ഇബ്ലീസിനോട് എന്താ മറുപടി പറയുന്നത് അറിയോ? എൻ്റെ പ്രതാപമാണേ സത്യം, എന്നോട് അവർ പാപമോചനം തേടുന്നിടത്തോളം ഞാൻ അവർക്ക് പുറത്തു കൊടുത്തുകൊണ്ടേയിരിക്കും. നമ്മൾ തൗബ ചെയ്യുന്നിടത്തോളം നമ്മൾ പൊറുപ്പിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അള്ളാഹുവിൻ്റെ ഗ്യാരണ്ടിയാണ്. പക്ഷെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് തൗബ ചെയ്യേണ്ടത് ശരിയായ രൂപത്തിലായിരിക്കണം, ശരിയായ രീതിയിലായിരിക്കണം. അത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇന്ന് പറ്റുന്ന തെറ്റ് എത്ര വലിയ തെറ്റാണെങ്കിലും എത്ര കാലപ്പഴക്കമുള്ളതാണെങ്കിലും അള്ളാഹു ആ തൗബയോടുകൂടെ ആ തെറ്റ് പുറത്തു തന്നിരിക്കും, ഒരു സംശയം വേണ്ട. എന്തൊക്കെയാണ് ഒരു തൗബ ശരിയായ തൗബയാകാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? എന്തെല്ലാമാണ് ഒരു തൗബയുടെ നിബന്ധനകൾ എന്തൊക്കെയാണ്? തെറ്റ് ചെയ്യാത്തവർ പറയണമെന്നില്ല ജീവിതത്തിൽ ഇതുവരെ. ഒന്നാമത്തെ കാര്യം ആ തെറ്റ് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടതോടുകൂടെ അത് നിർത്തി ആ ചെയ്യുന്നത് അവസാനിപ്പിക്കാനുള്ള സ്റ്റോപ്പ് ചെയ്യാം. ഒന്നാമത്തെ കാര്യം. തെറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുക. ചില ആളുകൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്, അള്ളാഹു മുസ്താൻ, അവർ എന്ത് ചെയ്യുന്നുണ്ടാവും, ഇങ്ങനെ ബീഡി വലിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടാവും, തെറ്റല്ലേ വലിച്ചുകൊണ്ടിരിക്കുന്നില്ല അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നുണ്ട്. അത് തൗബയാകൂല. നമ്മൾ പറയുന്ന ആ വാക്ക് എന്താവൂല, ആ സന്ദർഭത്തിൽ തെറ്റുകൾ ചെയ്തുകൊണ്ടിരിക്കെ നമ്മൾ പറയുന്ന ആ വാക്ക് അത് തൗബയായി പരിഗണിക്കപ്പെടൂല. ഒന്നാമത്തെ കണ്ടീഷൻ ആ തെറ്റ് അവസാനിപ്പിക്കാന്നുള്ള, നിർത്തിവെക്കുക. രണ്ടാമത്തത്, തെറ്റ് ചെയ്തു പോയി എന്നതിനെ പറ്റി ആലോചിക്കുമ്പോൾ മനസ്സിൽ വിഷമം ഉണ്ടാവണം, പ്രയാസം ഉണ്ടാവണം. അതിനെപ്പറ്റി ആലോചിച്ച് കരയാൻ സാധിക്കുമെങ്കിൽ കരയണം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരാളും നരകത്തിലേക്ക് എത്തുകയില്ല എപ്പോഴല്ലാതെ കറന്നെടുത്ത പാൽ അകിടിലേക്ക് മടങ്ങി ചെല്ലുമ്പോഴല്ലാതെ. കറന്നെടുത്ത പാൽ അകിടിലേക്ക് മടങ്ങി ചെല്ലുവോളം അള്ളാഹുവിനെ ഓർത്ത് കരഞ്ഞ ഒരാളും നരകത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. ആ രൂപത്തിൽ കരയാൻ സാധിക്കും. 7 വിഭാഗം ആളുകൾ തണൽ ലഭിക്കുന്ന, അള്ളാഹുവിൻ്റെ അർശിൻ്റെ തണൽ ലഭിക്കുന്നതിനെ പറ്റി ഒരു വിഭാഗം എന്താ, വറജുലൻ ദക്കറല്ലാഹ ഖാലിയൻ ഫഫാദത് ഐന, ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിനെ ഓർക്കുകയും അങ്ങനെ 2 കണ്ണുകൾ നിറഞ്ഞൊഴുകുകയും ചെയ്തതാണ്. ആ രൂപത്തിൽ കരയാൻ സാധിക്കും. അതല്ലാതെ ചില ആളുകളിലെ പഴയ കാലങ്ങൾ ആലോചിക്കുമ്പോൾ നൊസ്റ്റാൾജിയാണ് പലർക്കും. എത്ര നല്ല കാലഘട്ടമായിരുന്നത്, ഇനിയും അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിലുള്ളൊരു ചിന്താഗതിയാണെങ്കിൽ അത് പൊറുപ്പിക്കപ്പെടൂല, അത് തൗബയാവുകയില്ല, അത് തൗബയാവുകയില്ല. മൂന്നാമത്തതെന്നുള്ളത്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി എൻ്റെ ജീവിതത്തിൽ ആ തെറ്റ് ഞാൻ ഇനി ഒരിക്കലും ചെയ്യൂല എന്ന ഉറച്ച തീരുമാനം, സത്യസന്ധമായ തീരുമാനം നമ്മൾ എടുക്കുക, മനസ്സിൽ അങ്ങോട്ട് ഉറപ്പിക്കുക, ഇനി ഞാനത് ചെയ്യൂല. ഈ 3 കാര്യങ്ങളും ഒത്തുവന്നു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ആ ചെയ്ത തെറ്റ് പുറത്തു തരും, എത്ര വലിയ തെറ്റാണെങ്കിൽ. 100 പേരെ കൊന്നവർക്ക് പോലും അള്ളാഹ് പുറത്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്കറിയാം, സൂറത്തുൽ ബുറൂജിൽ അസ്ഹാബുൽ ഉഖ്ദൂദ് എന്ന് പറയുന്ന ഒരു വിഭാഗത്തിന്റെ ചരിത്രം സൂറത്തുൽ ബുറൂജിൽ വിശദമായി പറയുന്നില്ല. അത് ഹദീസിൽ എന്ത് ചെയ്ത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നുണ്ട് അസ്ഹാബുൽ ഉഖ്ദൂദിന്റെ സംഭവം എന്താണെന്ന്. അതിന് ചുരുക്കം എന്നുള്ളത് ഇത്രയേ ഉള്ളൂ. ഒരു കുട്ടിയുടെ കാരണത്താൽ ഒരു നാട്ടുകാർ മുഴുവൻ തൗഹീദിലേക്ക് വരികയാണ്, ഒരു കുട്ടി സബബായിക്കൊണ്ട്. ആ ഈ നാട്ടിലുള്ള ഭരണാധികാരി ഫിർഔനെ പോലെ തന്നെ ഞാൻ റബ്ബാണെന്ന് പറയുന്ന അത്രയും ധിക്കാരിയ ഒരു ഭരണാധികാരിയാണ്. ഈ ഭരണാധികാരി എന്ത് ചെയ്തു, ആ നാട്ടിലുള്ള തൗഹീദ് സ്വീകരിച്ച ആളുകളെ മുഴുവൻ ഒരു വലിയൊരു കുഴി ഉണ്ടാക്കി അത് തീ കത്തിച്ചിട്ട് എന്ത് ചെയ്തു, ആ നാട്ടുകാരെ മുഴുവൻ ആ തീയിലേക്ക് ഇട്ട് കത്തിച്ചു കളഞ്ഞു. തൗഹീദ് സ്വീകരിച്ചതിന്റെ പേരിൽ ഒരു നാട്ടുകാരിൽപ്പെട്ട വലിയൊരു വിഭാഗത്തെ പച്ചയ്ക്ക് കത്തിച്ച് കൊന്നുകളയുക. ഈ ആളുകളാണ് അസ്ഹാബുൽ ഉഖ്ദൂദ്. ഇവരെ പറ്റി അല്ലാഹു ഖുർആനിൽ എന്താ പറഞ്ഞത്? സൂറത്തുൽ ബുറൂജിൽ ഇന്നല്ലദീന ഫതനുൽ മുഅ്മിനീന വൽ മുഅ്മിനാതി സുമ്മ ലം യതൂബു. ഈ ആളുകൾ തൗബ ചെയ്തില്ലെങ്കിൽ അവർക്ക് എന്തുണ്ട്?
ഫലഹും അദാബു ജഹന്നം, നരകശിക്ഷയുണ്ട്. എന്ന് വെച്ചാൽ അവർക്ക് പോലും തൗബ ചെയ്താൽ അള്ളാഹു പുറത്തു കൊടുത്തേനെ. പിന്നെ ആർക്കാ? നമുക്ക് എങ്ങനെയാണ് റബ്ബ് പുറത്തു തരില്ല എന്ന് പറയാൻ സാധിക്കുക? ഏത് തെറ്റിന് പുറത്തു തരില്ല എന്ന് പറയാൻ സാധിക്കും? എന്നു മാത്രമല്ല, നമ്മളൊരാൾ റബ്ബിലേക്ക് ഈ പറഞ്ഞ രൂപത്തിൽ തൗബ ചെയ്യുന്ന സന്ദർഭത്തിൽ അള്ളാഹു അത് അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്. എത്രത്തോളം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു ഹദീസിൽ കേട്ടിട്ടുണ്ടാവും. ഹദീസ്, ഒരാൾ ഒട്ടകപ്പുറത്ത് സഞ്ചരിക്കുകയാണ് മരുഭൂമി. അയാൾ മരുഭൂമിയുടെ നടുഭാഗത്തെത്തിയിട്ടുണ്ട്. മരുഭൂമിയുടെ മധ്യഭാഗത്താണ്. ഈ സ്ഥലത്ത് നിന്ന് ഒട്ടകപ്പുറത്ത് കയറിയിട്ടല്ലാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല, ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ സാധിക്കാത്തൊരു സ്ഥലത്തേക്ക് അയാൾ എത്തി. ഈ സ്ഥലത്ത് വെച്ച് എന്ത് ചെയ്യാണ്, ഈ ഒട്ടകത്തിൻ്റെ പുറത്താണ് ഇയാളുടെ ഭക്ഷണം, വെള്ളം, എല്ലാ സാമഗ്രികളും ഈ ഒട്ടകത്തിൻ്റെ പുറത്താണ്. ഈ ഒട്ടകം ഇയാളെ കുതിര തെറിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, ഈ ആനയ്ക്ക് മതമിളകുന്ന പോലെ ഒട്ടകത്തിനൊരു അവസ്ഥയുണ്ട്. അങ്ങനെ വന്നിട്ട് എന്ത് ചെയ്യണം, ഈ ഒട്ടകം ഇയാളെ കുതിര തെറിപ്പിച്ചിട്ട് എന്ത് ചെയ്യണം, ഓടിക്കളയാം. ഇയാളെ ഈ ഒട്ടകത്തിൻ്റെ പുറകെ ഒരുപാട് ഓടും, കുറേ ഓടി നോക്കും, പക്ഷേ ഈ ഒട്ടകത്തിനെ കിട്ടൂല. അവസാനം അയാൾ മരണത്തെ പ്രതീക്ഷിച്ചുകൊണ്ട് തളർന്നുകൊണ്ട് എന്ത് ചെയ്യണം, അവിടെ ഉള്ളൊരു ഉണങ്ങിയൊരു മരം, ആ മരത്തിൻ്റെ ചോട്ടിൽ അദ്ദേഹം ഇരിക്കും. ആ ഇരിക്കുന്ന അയാൾ ആ ഓടിയ ഓട്ടത്തിൻ്റെ പ്രയാസത്തിനിടയിൽ എന്ത് ചെയ്യും, ഉറങ്ങിപ്പോവും. ആ ഒരു ക്ഷീണം കാരണത്താൽ ഉറങ്ങിപ്പോവും. അങ്ങനെ മയങ്ങിപ്പോയ ഒരാൾ പെട്ടെന്ന് എന്തോ ശബ്ദം കേട്ട് കണ്ണു തുറന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്തിട്ടുണ്ടാവും, ഇയാളിൽ നിന്ന് ഓടിപ്പോയ ഒട്ടകം അയാളുടെ മുന്നിൽ വന്ന് മുക്കറിയിടുന്ന് കാണും. അയാളിൽ നിന്ന് ഓടിപ്പോയ അതേ ഒട്ടകം ഇയാളുടെ കൺമുന്നിൽ വന്ന് നിന്നിട്ട് എന്ത് ചെയ്യണം, മുക്കറിയിടുകയാണ്. ആ ശബ്ദം കേട്ടിട്ടാണ് ഇയാൾ എഴുന്നേൽക്കുന്നത്. ഈ ഒട്ടകത്തിനെ കണ്ട് സന്തോഷം കൊണ്ട് ഇയാൾ എന്ത് ചെയ്യണം, ചാടി എഴുന്നേറ്റ് ആ ഒട്ടകത്തിന്റെ മൂക്ക് കയറി പിടിച്ചിട്ട് പറയും, അല്ലാഹുമ്മ അൻത അബ്ദി വ അന റബ്ബുക. അള്ളാഹുവേ, നീ എൻ്റെ അടിമയും ഞാൻ നിന്റെ റബ്ബുമാണെന്ന് പറയും. അയാൾ പറയാൻ ഉദ്ദേശിച്ച നേരെ തിരിച്ചാണ്, നീ എൻ്റെ റബ്ബും ഞാൻ നിന്റെ അടിമയാണെന്ന്. പക്ഷേ സന്തോഷം കൂടിയിട്ട് അയാൾ എന്ത് ചെയ്യണം, പറയുന്നത് മാറിപ്പോണം. നബിസ്വല്ലല്ലാഹു പഠിപ്പിക്കുന്നതെന്ന് അറിയോ, ഇയാൾക്കുള്ളതിനേക്കാൾ സന്തോഷം അള്ളാഹുനുണ്ടാവും. ഒരു അടിമ അയാളിൽ അള്ളാഹുലേക്ക് തൗബ ചെയ്യും. ഇങ്ങനൊരു റബ്ബ് ഉണ്ടാവുമ്പോൾ നമ്മളെങ്ങനെ തൗബ ചെയ്യാതിരിക്കുക? നമ്മൾക്ക് ആ മടിച്ചിരിക്കുന്നതിൽ എന്തർത്ഥമാണുള്ളത്? നബിസ്വല്ലല്ലാഹു പഠിപ്പിച്ചെന്നത്, രാത്രി തിന്മ ചെയ്യുന്നവന് പുറത്തു കൊടുക്കാൻ അള്ളാഹു പകൽ അവൻ്റെ കൈ നീട്ടുമെന്ന. പകല് തിന്മ ചെയ്തവന് പുറത്തു കൊടുക്കാൻ രാത്രി കൈ നീട്ടുന്ന വെച്ചാൽ എപ്പോഴും തൗബയുടെ വാതിൽ തുറക്കപ്പെട്ടു വെച്ചിട്ടുണ്ട്. ഏത് സന്ദർഭത്തിലും ആർക്കും ഏത് തിന്മയും പുറത്തു കൊടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു റബ്ബ് ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് എങ്ങനെ ആ റബ്ബിലേക്ക് മടങ്ങാതിരിക്കാൻ കഴിയുക? അതുകൊണ്ട് ഇത്തരം തിന്മകളിൽ പെട്ടുപോയ ആളുകളോട് പറയാനുള്ളത് എന്താ? ഒരേ ഒരു കാര്യമാണ്, അഹ്സിൻ ഫീമാ ബഖി യുഗ്ഫർ ലക മാ ഖദ് മദ. ഇനിയുള്ള കാലം നിങ്ങൾ നന്നാക്കിയാൽ കഴിഞ്ഞു പോയതൊക്കെ റബ്ബ് പുറത്തു തരും. ഇതിനേക്കാൾ വലിയ ഓഫർ എന്താ വേണ്ടത്? അവസാനമായിട്ട് ഒരു കാര്യം കൂടി, ഒരു സംഭവം കൂടി പറയാം. അബ്ദുല്ലാഹി ബിൻ അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അല്ല അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു, അദ്ദേഹം വലിയ ഖുറൈശികൾ വലിയൊരു നേതാവാണ്. അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കാൻ വരിക. പക്ഷെ അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കുന്നതിന് ചെറിയൊരു എന്തുണ്ട്, ഒരു ശക്കുണ്ട്. അപ്പം എന്താ കാര്യം അന്വേഷിച്ചപ്പോൾ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയണത്, ഞാൻ ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്, ഒരുപാട് തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്. ആ തിന്മകൾ ആലോചിച്ചിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല, ഈ ഒരു കാര്യത്തിലേക്ക് മുന്നിടാൻ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ ഈ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പലതും പറഞ്ഞ് ആശ്വസിപ്പിക്കണം. അപ്പോഴൊക്കെയും ഇദ്ദേഹം പറയും, ഞാൻ ഒരുപാട് ചെയ്തിട്ടുണ്ട് റസൂലേ, ഒരുപാട്. എന്ന് വെച്ചാൽ നമുക്ക് എണ്ണിക്കണക്കാൻ സാധിക്കാത്ത അത്രയും മോശപ്പെട്ട കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട് റസൂലേ എന്ന് കുറേ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹത്തോട് പറയും, നീ ചെയ്ത തിന്മകളൊക്കെ അള്ളാഹു നിനക്ക് പുറത്തു തരുമെന്ന് മാത്രമല്ല, ശ്രദ്ധിക്കണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. നീ ഇസ്ലാം സ്വീകരിച്ചാൽ, ആ തെറ്റുകളിൽ നിന്ന് ശരിയായ രൂപത്തിൽ തൗബ ചെയ്ത് കഴിഞ്ഞാൽ, നീ ചെയ്ത തിന്മകളൊക്കെ റബ്ബ് നിനക്ക് പുറത്തു തരുമെന്ന് മാത്രമല്ല ഞാൻ നിനക്ക് പറയുന്ന ഓഫർ, ഞാൻ നിനക്ക് പഠിപ്പിച്ചു തരുന്നത്. മറിച്ച് ആ തിന്മകളൊക്കെയും അള്ളാഹു നിനക്ക് നന്മകളാക്കി മാറ്റിത്തരും. ആ തിന്മകളൊക്കെയും അള്ളാഹു നിനക്ക് നന്മകളാക്കി മാറ്റിത്തരികയും അതിന് നിനക്ക് പ്രതിഫലം തരികയും ചെയ്യും എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്താ പറഞ്ഞെന്നറിയോ? കുറച്ചുകൂടി തിന്മകൾ ചെയ്തിരുന്നെങ്കിൽ എന്ന് അദ്ദേഹം പറയും. എൻ്റെ ജാഹിലിയത്തിൽ ഇങ്ങനെയുള്ള റബ്ബിനെ നമുക്ക് എങ്ങനെയാണ് ആ റബ്ബിൻ്റെ റഹ്മത്തിനെ തൊട്ട് നിരാശരാകാൻ സാധിക്കും?
ആ റബ്ബിലേക്ക് എങ്ങനെയാണ് തൗബ ചെയ്യാതിരിക്കാൻ സാധിക്കും? അപ്പം നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്, ഇത്തരം ആളുകളോട് എല്ലാവരോടും, നമുക്ക് നമ്മുടെ സ്വന്തത്തോടും എല്ലാവരോടും നമ്മളെപ്പോഴും തെറ്റുകൾ വീണുകൊണ്ടേയിരിക്കും. മനുഷ്യരാണ്, ആരും പെർഫെക്റ്റ് ഒന്നല്ല, എല്ലാവർക്കും കുറവുകളുണ്ട്, പോരായ്മകളുണ്ട്. തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ റബ്ബിലേക്ക് തൗബ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ മുന്നിൽ ഒരേ ഒരു പോം വഴി. അത് നമ്മൾ മരിക്കും വരേക്കും അങ്ങനെ തന്നെ. തെറ്റ് ചെയ്യുക, തൗബ ചെയ്യുക, തെറ്റ് ചെയ്യുക, തൗബ ചെയ്യുക. തെറ്റ് ചെയ്യാനുള്ള പ്രോത്സാഹനമല്ല, തെറ്റ് പറ്റിപ്പോകുമ്പോഴൊക്കെ, തെറ്റ് ജീവിതത്തിൽ സംഭവിക്കുമ്പോഴൊക്കെ തൗബ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ മുന്നിലുള്ള ഒരേ ഒരു രക്ഷപ്പെടാനുള്ള വഴി. അള്ളാഹു സുബ്ഹാനഹു എന്ത് ചെയ്യും, നമുക്ക് എല്ലാവർക്കും നമ്മുടെ ജീവിതത്തിൽ തെറ്റുകൾ പറ്റുമ്പോഴൊക്കെ തൗബ ചെയ്ത് അങ്ങനെ അള്ളാഹു തൃപ്തിപ്പെടുന്ന മുത്തഖീങ്ങളിലായിക്കൊണ്ട് റബ്ബ് സുബ്ഹാനഹു കണ്ടുമുട്ടാൻ അവൻ നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. അതുപോലെ ഈ ഒരു സന്ദർഭത്തിൽ സംസാരിച്ച ഇത്തരം പ്രധാനപ്പെട്ട അപകടങ്ങൾ, അത് നമ്മൾ ശരിക്കും അതിൻ്റെ ഗൗരവം തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് നമ്മുടെ മക്കളെ സംരക്ഷിച്ച് നിർത്തുവാൻ റബ്ബ് സുബ്ഹാനഹു നാം ഓരോരുത്തരെയും സഹായിക്കുമാറാവട്ടെ. സല്ലല്ലാഹു അലൈഹി വസല്ലം അലാ നബീന മുഹമ്മദിൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.